പ്രാവശ്യത്തെ എൻ്റെ യാത്രയുടെ സമാപന മീറ്റിങ്ങിലാണ് ഞാൻ. എൻ്റെ പാസ്റ്ററെ കണ്ടപ്പോൾ ഞാൻ ഷോക്കായി. ഇന്നിവിടെ വന്നു പാസ്റ്റർ ഇരിക്കുമ്പോൾ ഞാനങ്ങനെ പ്രസംഗിക്കാൻ. പക്ഷെ പാസ്റ്റർ യാത്രയിലാണ്, ക്ഷീണിതനാണ്, പറ്റത്തില്ല, ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നു. ഇന്ന് ഞാനിവിടെ വരെ എത്തിയതിൻ്റെ പാസ്റ്റർ എന്നെ കർത്താവ് ഒരുക്കിയ രക്ഷയുടെ അവസ്ഥയിൽ എന്നെ കൈപിടിച്ച് നടത്താൻ ദൈവദാസനെ ഉപയോഗിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് തിരക്കാണ് ആ മീറ്റിങ്ങുകളെല്ലാം തിരക്കുകൾ മാറ്റിവെച്ച് കർത്താവിന്റെ ദാസന്റെ അടുത്തിരിക്കണം. ദൈവദാസന്റെ കൂടെ ഇരിക്കുന്നത്, കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയിൽ ഇരിക്കുന്നവർ മിനിസ്ട്രിയിൽ വളരെ തന്നെ വലിയൊരു അഭിഷേകമാണ്. അത് നിങ്ങൾ പ്രാപിച്ചു. പക്ഷെ ഇപ്പൊ ശാന്തമായിട്ട് ഞങ്ങളെ പോലെ കണ്ട് ചാടയൊന്നുമില്ല. പക്ഷെ ശാന്തമായിട്ട് നിൽക്കും. പക്ഷെ ജീവജലത്തിന്റെ ഉറവകൾ കർത്താവിന്റെ ദാസന്റെ കൊടുത്തിട്ടുണ്ട്. ചേർന്ന് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പാസ്റ്റർ വന്നു. പാസ്റ്ററിന്റെ മകൻ എന്നതിൽ ഞാനുണ്ട്, എന്റെ മകൻ എന്നതിൽ ബിജു ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം 3 പേരാണ് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വരാൻ ഇവിടെയാക്കി. എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും പാസ്റ്റർ ഷിബാൻഡോസിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും മനോഹരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പാസ്റ്ററിനെ ക്ഷണിച്ചപ്പോൾ ഇത്രയും നല്ല കൂട്ടായ്മയാണ്, ഇത്രയും കാഴ്ചപ്പാടുകൾ കൂടി വരവാണ്, ഒന്നും അറിയില്ല. ഞാൻ ആരോട് ചോദിക്കാനും പോയില്ല. എന്നാൽ ഇവിടെ വന്ന് കണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞങ്ങളെ 5-6 പ്രസംഗം നോക്ക്, നിങ്ങളാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി കിട്ടുന്ന സമയം ത്യാഗപരമായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഫുൾ ടൈം വേലക്കാരാണെന്ന് പറഞ്ഞാലും അല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഞങ്ങളല്ല. നിങ്ങൾ ചെയ്യുന്ന ത്യാഗപരമായ വേലക്ക് ദൈവം പ്രതിഫലം തരട്ടെ. 2 മീറ്റിംഗ് കഴിഞ്ഞിട്ട് ശിവ പാസ്റ്റർ കൂടെ വന്നത് വണ്ടി ഓടിച്ച്. അതൊരു ത്യാഗമാണ്. നിങ്ങളുടെ പാസ്റ്ററിനെ ഓർത്ത് കൈയടിച്ച് ദൈവത്തിന് ഞാൻ ദാസനെ ബഹുമാനിക്കുന്നു. അതുപോലെ ഞാൻ പാർത്തത് കുഞ്ഞുമച്ചാന്റെ ഷീലാന്റെ ഭവനത്തിലാണ്. ഒരു കുടുംബം പോലെ എന്നെ സ്നേഹിക്കുകയും എന്റെ വീട്ടിലുള്ളത് പോലെ തന്നെ ഒരു എല്ലാവിധ ഫ്രീഡവും സ്വാതന്ത്ര്യവും. അതാണ് സഭയുടെ തൂണുകൾ എന്ന് പറയുന്നത്. ബൈക്ക് പിടിച്ച് നിൽക്കുന്നവർ മാത്രമല്ല, രഹസ്യത്തിൽ ഒരു ദൈവദാസന് പാസ്റ്റർ ഷിബാൻഡോസിന് ഒന്നും അറിയാം. ഇതുപോലെയുള്ള കുറെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ട് നല്ല കൊയർ, നല്ല പാട്ടുകാരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാവരും ദൈവം തന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 2:30 വരെ കുറെ പേരും ഒരുമിച്ച് കൂടി. ഇന്ന് രാവിലെ കൊയർ ഞങ്ങൾ ഒരുമിച്ച് കൂടി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ മുതലാക്കാൻ പറഞ്ഞു, ഇത്രയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഏതായാലും അത് നിങ്ങളുടെ ആഗ്രഹത്തെയാണ് ഞാൻ ഓർക്കുന്നത്. ആർത്തിയുള്ള ദൈവം നന്മകൊണ്ട് തൃപ്തി വരും. എന്റെ മുൻപിലുള്ള സമയം ദൈവജനത്തിൽ നിന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ഞാൻ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ. ഏലിയാവ് എലീശ. ഏലിയാവിന്റെ അവസാനത്തെ ഒരു അധ്യായമായിട്ട് അത് കാണാം. എലീശയുടെ ഒരു ശക്തിയേറിയ തുടക്കത്തിന്റെ അധ്യായമാണ് 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ 2-9 വാക്യത്തിൽ യോർദാന്റെ കരയിൽ നിൽക്കുന്ന ഒന്ന് വായിച്ചോളൂ. അവരക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. എലീശ എന്തിനാണ് ഇരട്ടി പങ്ക് ചോദിച്ചത്? ഉപവാസ പ്രാർത്ഥന പലരും പറയും, കർത്താവേ കൃപാവരങ്ങൾ മൊത്തം വിടുക. എന്തിനാ? കർത്താവ് എനിക്ക് ഭയങ്കര ഒരു അഭിഷേകം വേണം. എന്തിനാ? ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നവർ നിങ്ങൾ കൃപാവരങ്ങൾ പ്രാപിക്കണം. ദിനകരന്റെ ഒരു ഇന്റർവ്യൂ, അദ്ദേഹത്തെ ഒരു വലിയ ദേവദാസൻ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഭാഗം ഞാൻ കണ്ട് കരഞ്ഞുപോയി. അദ്ദേഹം പറയുന്നു, 9 വരങ്ങൾ എനിക്ക് താഴ്വയ്യ എന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം ആത്മവിശതി താൻ സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോയി. നോക്കും, യേശു കർത്താവ് നടന്നു വരികയാണ്. ചോദിച്ചു, നിനക്ക് എന്ത് വേണം? പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എടാ വേറെ ഒന്നും ചോദിക്കരുത്, 9 വരങ്ങൾ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ ഞാൻ നിനക്ക് 9 വരങ്ങളും തരും. അന്നു മുതൽ 9 കൃപാവരങ്ങളും ദിനകരനിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കൃപാവരങ്ങൾ ചോദിക്കാൻ. ജനങ്ങൾ ചോദിക്കുന്നത് കേൾക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. കാരണം കർത്താവിന്റെ വരവായി ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ
അപ്പൊ കൃപാവരങ്ങൾ കിട്ടുന്നത് ഉപദേശിമാർക്കാണ്. അവർക്ക് കൃപാവ് പ്രവചിക്കാനും വെളിപ്പാടും അല്ല, ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ വിവേചനത്തിന്റെ ആത്മാവ്, വെളിപ്പാട്, ജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, ഒരു വിശുദ്ധന് അത് ആവശ്യമാണ്. ശത്രുവിനെ ജയിക്കുവാൻ കൃപയും അധികാരവും ആവശ്യമാണ്. നമ്മൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. രക്ഷ ഒഴുകി എല്ലാറ്റിനും നമ്മൾ എന്ത് ചെയ്യണം? വില മുടക്കണം. നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ദൈവസ്ഥലിൽ ചോദിക്കണം. കർത്താവ് എണ്ണി എണ്ണി ചോദിക്കണം, ഇന്ന കൃപാവരം എനിക്ക് തരണേ, ഇന്ന കൃപാവരം എനിക്ക് തരണേ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് ചോദിച്ചു മേടിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിനുള്ളിൽ ഇപ്പൊ ഒരാഴ്ചയാകുമല്ലേ, ഇനി ഒരു 2 ആഴ്ച നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 2 ആഴ്ച തീരുന്നതിനുള്ളിൽ നിങ്ങൾ കൃപകളാലും വരങ്ങളാലും ജ്വലിക്കണം. ബാംഗ്ലൂരിൽ പാസ്റ്ററിന്റെ ഞങ്ങളുടെ ബഥേലിയയിൽ ചർച്ചിൽ ആരംഭകാലങ്ങളിൽ പാസ്റ്റർ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, 21 ദിവസം ഉപവാസം, 5 സെക്ഷനാണ് ആരാധന. മുഴങ്കാലം ഇറക്കി കൈയടിച്ച് ആരാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറയും. അതുകൊണ്ട് പേടിച്ചിരിക്കുള്ളൂ. കൈയടിക്കാതിരിക്കുന്നവനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പാസ്റ്ററിനാളെ അറിയാം. അപ്പൊ ഞാൻ, പാസ്റ്ററിന്റെ മോൻ ജോൺസൺ വർഗീസ്, അനുസൻ, നമ്മളെ ആരാധിക്കുന്നു. അപ്പൊ പാസ്റ്ററിന്റെ മോനാണെന്ന് ആരാധിച്ചിന് പുള്ളി വിളിച്ചു പറയും, ഇതിവിടെ MAOസിന്റെ മോനാണെങ്കിൽ ഇവിടെ ആരാധിച്ചോളൂന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ആരാധിച്ച് കഴിയുമ്പോ കൈയൊക്കെ പൊട്ടി ചോര വരും. കൈയടിച്ചോളൂ, അന്യഭാഷ പറഞ്ഞു. ഇവിടെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഈ കോഴി നെയ് വരണം. കാരണം അടുത്ത സെക്ഷനിൽ കയറിക്കൊള്ള കണ്ണിലേക്ക് പിടിക്കും. 21 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൃപകളായും വരങ്ങളായും ചോദിച്ചു. എല്ലാവരുടെയും മേലൊരു അഭിഷേകം ഉണ്ടായി. പിന്നെ അതുപോലെ ഒരു ഉപവാസ പ്രാർത്ഥന ഞാൻ എങ്ങും കണ്ടിട്ടില്ല. 5 സെക്ഷൻ രാവിലെ തൊട്ട് 10 മിനിറ്റൊക്കെ ഗ്യാപ്പുണ്ട്, രാവിലെ തൊട്ട് രാത്രി വരെ. 21 ദിവസം കഴിയുമ്പോൾ എന്റെയൊക്കെ ജീവിതമേ മാറി. അപ്പൊ 21 ദിവസം നമ്മൾ ഇരിക്കുകയാണെങ്കിലും അത് നമ്മൾ മാക്സിമം നമ്മൾ ദൈവത്തോട് കൂടി ഇരുന്ന് പ്രാപിക്കണം. കർത്താവ് പറയുന്നത്, ഉയരത്തിലെ ശക്തി ധരിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. ഉയരത്തിലെ ശക്തി ധരിച്ചിട്ട് സാക്ഷികളാകും. ആകണമെന്നല്ല, ശക്തി കിട്ടിയാൽ പിന്നെ ആയിപ്പോകും. കാരണം ആ ശക്തിക്കകത്ത് സാക്ഷിയാകാനുള്ള എല്ലാം ഉണ്ട്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഏലീശ ആഗ്രഹിച്ചു. ഏലിയാവിന് ഒരു ശിഷ്യൻ മാത്രമല്ല ഉള്ളത്. ഗിൽഗാലിലും യെരിഹോവിലും ബേഥേലിലും യോർദാനിലും 50 ശിഷ്യന്മാരെ ആർക്കുണ്ട്? ഏലിയാവിനുണ്ട്. പക്ഷേ ഈ 50 ശിഷ്യന്മാരുണ്ടെങ്കിലും ഒരുത്തൻ പോലും ഏലിയാവിൽ എടുക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഏലിയാവിൽ നിന്ന് പ്രാപിക്കാൻ ഒരു ആഗ്രഹമില്ല. ഒരു ആഗ്രഹമില്ലാത്തവനെ ആർക്കും നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ആഗ്രഹത്തിന് പകരം അത്യാഗ്രഹങ്ങൾ വരുന്നു. മോഹിക്കരുത് എന്ന് ദൈവം പറയുന്നു. മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവം. പക്ഷെ ആഗ്രഹം യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും. ദൈവത്തോട് കൃപാവരങ്ങൾ ചോദിക്കണം. എന്തിനാണ് കൃപാവരങ്ങൾ? ഏലീശ എന്തിനാണ് ആ കാലഘട്ടത്തിൽ ഇരട്ടി ചോദിച്ചത്? അല്ലെങ്കിൽ ഏലിയാവിന്റെ മേലുള്ളത് മതി. പക്ഷെ ഏലീശക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിവുണ്ടായി. ഏലീശക്ക് മനസ്സിലായി, ഏലിയാവിന്റേത് പോരാ, ഒരു പുതിയ തലമുറ. മോശയ്ക്ക് ശേഷം ഒരു യോശുവ വന്നു. യോശുവയ്ക്ക് ശേഷം ജനം പിന്മാറ്റത്തിലായി. അപ്പൊ ഏലിയാവിന് ശേഷം ഏലീശ വന്നു. ഏലീശയ്ക്ക് ശേഷം ജനം പിന്മാറ്റത്തിലായി. കാരണം ഏലീശയ്ക്ക് ശേഷം ആ അഭിഷേകത്തിൽ ഒരു 4 മടങ്ങ് വേണമെന്ന് പറയാൻ ആരും ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ ഏലീശ ചോദിക്കാൻ കാരണം എന്താണ്? ദൈവമക്കൾ അറിയണം. ഏലീശ കാലഘട്ടത്തെ വിലയിരുത്തിയവരാണ്. ആ കാലഘട്ടം അവർ മനസ്സിലായി. ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ മുടുക്ക് കൊണ്ടോ നടക്കത്തില്ല, ദൈവകൃപ കൊണ്ട് നടക്കുമെന്ന് മനസ്സിലായി. അവൻ അതുകൊണ്ടാണ് ഇരട്ടി പങ്ക് ചോദിച്ചത്. അവൻ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഒന്നാമത്തെ കാര്യം, നിന്റെ ആത്മാവിന് ഇരട്ടി പങ്ക് വരുമാറാകട്ടെ ദൈവം അവന് കൊടുത്തു. ഏലിയാവ് നിർത്തിയെടുത്ത് ഏലീശ ആരംഭിച്ചു. അവൻ സമ്മതിച്ചു. അവൻ അത്ഭുത മനുഷ്യനായ തലമുറയിൽ അത്ഭുതമായി. അപ്പൊ അവൻ എന്തുകൊണ്ടാണ് ഇത്രയും വാഞ്ച അവനുണ്ടായത്? അവന് മനസ്സിലായി, സ്വന്തം കഴിവ് കൊണ്ടോ യുക്തി കൊണ്ടോ മിടുക്കൊണ്ടോ ദൈവ വേല ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഏലീശ എന്തുകൊണ്ടായിരിക്കും ഇരട്ടിപ്പങ്ക് പ്രാപിച്ചത് എന്നുള്ള എന്റെ ചിന്തകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കാര്യം,
ആ 2-ാം അധ്യായം 1 മുതലൊക്കെ വായിക്കണമെന്നില്ല. എന്നിട്ട് മറ്റുള്ള ശിഷ്യന്മാർ യേശുവോട് പറയുന്നത്, നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്ന് എടുക്കപ്പെടാൻ പോകുന്നത് നീ അറിയുന്നില്ലേ? ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കൽ നിന്ന് എന്ന യുവമാർ ആരെങ്കിലും പറഞ്ഞോ ഈ യജമാൻ എന്റെ തലക്കൽ നിന്ന് എടുക്കുമെന്ന്? യുവമാർക്ക് ആ ഉറപ്പൊന്നുമില്ല. എലീശ പറഞ്ഞു, നിന്റെ യജമാനെ നിന്റെ തലക്കൽ നിന്ന് എടുക്കും എന്ന് നീ അറിയുന്നുവോ? എലീശ, അറിയാം, മിണ്ടാതിരിക്കും, ഒത്തിരി വർത്താനൊന്നും നിങ്ങൾ മിണ്ടാതിരിക്കും. അപ്പോൾ എന്നിട്ട് എന്ത് സംഭവിച്ചു? ഏലിയാവ് സ്വർഗത്തിലോട്ട് പോയപ്പോൾ 50 പേരൊന്നും ഇവന്റെ കാൽക്ക് വീണിട്ട് പറയാണ്, ഞങ്ങളുടെ കൂടെ 50 ബലശാലികൾ വേറെയുണ്ട്. ഏലിയാവിനെ ദൈവം എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ടോ എന്ന് ഞങ്ങൾ പോയത് തിരക്കട്ടെ. എലീശ പറഞ്ഞു, വേണ്ട. എന്നിട്ട് അവർ നിർബന്ധിച്ച് വന്ന് പോകാൻ പറഞ്ഞു. 3 ദിവസം കറങ്ങി എടുത്തിട്ട് ഏലിയാവിനെ കണ്ടില്ല. ഇവരെന്താ പ്രവചിച്ചത്? ഇന്ന് ദൈവം നിന്റെ യജമാനെ സ്വർഗത്തിലോട്ട് എടുക്കും. അപ്പൊ ഇവർ പറയുന്ന ദൂത് കറക്റ്റാണ്, പക്ഷേ അത് നിവർത്തിയാകുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതായത് ആ കാലയളവിലുള്ള ദൈവദാസന്മാരുടെ രീതി, അവർ ഭയങ്കരമായിട്ട് പറയും, പക്ഷെ പറയുന്നത് അവർക്ക് വിശ്വാസമല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താ? പല ദൈവദാസന്മാരെ സഭയിൽ വിളിക്കുമ്പോ ഭയങ്കര പ്രസംഗം പറഞ്ഞു മീറ്റിംഗ് കഴിയുമ്പോൾ പറയും, ആകെ പ്രതികൂലത്തിലാണ്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. സ്റ്റേജിൽ വരുമ്പോൾ പറയും, മോശയെ വഴുതിയിട്ട് ചെങ്കട് 2 ഇന്നൊരു അത്ഭുതം നടക്കും, നിങ്ങൾ വിശ്വസിക്കുക, എന്താ നിങ്ങൾ അല്ലല്ലോ പറയാത്തത്? മീറ്റിംഗ് കഴിയുമ്പോ ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ളവരെ ഇപ്പൊ ചർച്ചയിൽ വിളിക്കാറില്ല. നിങ്ങളുടെ ഭാഷ എല്ലാവരും സ്കാൻ ചെയ്താൽ വിളിച്ചേക്കില്ല. സഭയിൽ സാക്ഷാൽ ഇസ്രായേലിൽ, വെളിയിൽ പോയാൽ സാക്ഷാൽ ഇസ്മായേലിൽ. സഭയ്ക്കകത്ത് ദൂതൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, വെളിയിൽ പോയാൽ ദൂതൻ. സഭയ്ക്കകത്ത് കന്യകാ മറിയ, ഗ്ലോറി ഗ്ലോറി, വെളിയിൽ പോയാൽ കമ്പോള മറിയ. കേൾക്കോയി എന്ന ദേവദാസൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഞങ്ങളുടെ ചർച്ചയിൽ വന്നു. സ്റ്റേജിൽ പറയുന്നത് തന്നെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പറയാൻ കഴിയാത്തതിന്റെ പേര് അവിശ്വാസമാണ്. സ്റ്റേജിൽ നിൽക്കുമ്പോൾ പറയുന്നത് എന്തുകൊണ്ട് ബാക്കി സമയത്ത് പറയാൻ പറ്റുന്നില്ല? എലീശ പറഞ്ഞു, കർത്താവേ, ഇവന്മാരുടെ അഭിഷേകം മാത്രമാണെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും, ജീവിതത്തിൽ വേറെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ ഒന്ന് ജീവിക്കാനുള്ള കൃപ തരണേ. ഇവരുടെ അഭിഷേകം തന്നെ എലീശക്കുണ്ട്, കാരണം അവരും പ്രവാചകന്മാരാണ്, എലീശയും പ്രവാചകനാണ്. പക്ഷെ എലീശ പറഞ്ഞു, കർത്താവേ, ഇവന്മാരെ പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ. 1 മണിക്കൂർ പ്രസംഗിക്കുന്നത് ബാക്കി 23 മണിക്കൂറും പ്രാക്ടിക്കൽ ആക്കാനുള്ള കൃപ എനിക്ക് തരണേ. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നിങ്ങളത് ഭാവിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ളത് പറയാനായിട്ട്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് തെളിയിക്കാനായിട്ട്, കർത്താവെ ഞങ്ങൾക്ക് ഇരട്ടി വേണം. ഇവരുടെ അഭിഷേകം പോരാ, അതിന് ഇരട്ടി വേണം. അതാണ് 1ാമത് എലീശ ആഗ്രഹിച്ചത്. ഇതിനകത്തിരിക്കുന്ന ദൈവവൈദ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത് പോലെ ജീവിക്കാൻ, പ്രസംഗിക്കുമ്പോൾ പറയുന്നത് തന്നെ ജീവിതത്തിൽ പാലിക്കാൻ. പണ്ടൊരിക്കൽ ഒരു പാസ്റ്റർ എന്നിട്ട് സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്നേഹം ഇങ്ങനെ ഒഴുകുകയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ അന്വേഷിയോ പറയും. പെട്ടെന്ന് പാസ്റ്ററിന്റെ ഭാര്യ എന്നിട്ട് പറഞ്ഞു, അച്ഛൻ സ്റ്റേജിൽ തന്നെ കിടന്നു, ഭയം തന്നെയെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ എന്തൊരു നല്ല മനുഷ്യൻ, ഇന്നൊരു വെളിയോട്ട് ഇറങ്ങരുത്. കാരണം ആ നിപ്പ് വീട്ടിൽ വന്ന അച്ഛന്റെ ദേഷ്യവും. അതായത് നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തത് പ്രസംഗിച്ചാൽ പ്രസംഗിക്കേണ്ടത് അനുഭവിക്കേണ്ടി വരുന്നത് പണ്ട് ഒരാളാണ്. നമുക്ക് ജീവിക്കാം എന്നിട്ട് പ്രസംഗിക്കാൻ. എലീശയുടെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചത് എന്ത് പ്രസംഗിക്കുന്നുവോ അത് തന്നെ ജീവിതമാണ്. അതായത് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പല പ്രവാചകന്മാരും പറയും, ഭയങ്കര ദൂത് പറയും, മീറ്റിംഗ് കഴിയുമ്പോൾ പറയും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ സൂക്ഷിച്ചൊക്കെ കാര്യങ്ങൾ അങ്ങനെ എനിക്ക് തന്നിപ്പ് കിട്ടി പറഞ്ഞു. എടാ
സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് താഴെ ഇറങ്ങി പറയാനുള്ള തന്റെ ഇടത്തിന് ഒരു അഭിഷേകം വേണം. എപ്പോഴും ഒരു വാക്കേ ഉള്ളൂ. എലീശയുടെ ജീവിതത്തിലെ നിവൃത്തിയായി 3 രാജാക്കന്മാര് വെള്ളം തപ്പി നടക്കുകയാണ്. അവർക്ക് വെള്ളമില്ല, കോവർക്കെഴുതുകൾക്ക് പോലും വെള്ളമില്ല. യുദ്ധത്തിന് ഇറങ്ങിയതാണ്, ദാഹിച്ചു വരണ്ടു. അപ്പോൾ പറഞ്ഞു, ഇവിടെ പ്രവാചകന്മാരാരെങ്കിലും ഉണ്ടോ? യഹോശാഫാത്ത്. അപ്പൊ പറഞ്ഞു, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു എലീശ, അവനെ വിളിക്ക്, അവന്റെ അടുക്കൽ ദൂതുണ്ട്. ഞങ്ങളുടെ ഭാഷയുടെ കൂടെ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് ദൂതുണ്ട്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു എലീശ. അവൻ വന്നപ്പോ പറഞ്ഞു, ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഞാൻ യഹോശാഫാത്തിന്റെ മുഖം ആദരിച്ചില്ലാന്നെങ്കിൽ ഞാൻ ഇതിനെ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. വന്ന വരവതാണ്. ഒരു രാജാവിനെ പേടിയില്ല. അഭിഷേകത്തിന്റെ നടക്ക് ആരെയും കൂസാത്ത ഒരു എലീശ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളം വേണോ? ഒരു വീടക്കാരനെ കൊണ്ടുപോവാ, ഒരു വർഷിപ്പ് ലീഡറിനെ കൊണ്ടുപോവാ. നല്ലൊരു ആരാധന വെളിപ്പെട്ട് കഴിയുമ്പോ പുള്ളി പറഞ്ഞു, ഈ താഴ്വരയിൽ അനേക കുഴികളെ വിട്ടു. 3 രാജാക്കന്മാർ, അവരുടെ സൈന്യം കുഴി ഒന്നൊന്നുമല്ല, അനേക കുഴികൾ വെട്ടേനും സൈന്യങ്ങൾ നിന്ന് കുഴി വെട്ടേനും. അവര് വെട്ടണം. യുദ്ധത്തിന് ഇറങ്ങിയിട്ട് ഇപ്പൊ കുഴിവെട്ടലാണ്. ദൈവം പറഞ്ഞു, കർത്താവ് പരിശുദ്ധാത്മാ പറഞ്ഞു, കുഴിവെട്ടുകയും നിങ്ങൾ കാറ്റ് കാണുകയില്ല. ഞാൻ കുഴിവെട്ടാൻ പറഞ്ഞു, ഒരുപക്ഷെ എന്തെങ്കിലും നടന്നാലോ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഒരു കുഴി വെട്ടി, 2 വെട്ടി, 2000 വെട്ടി, എന്നിട്ടും വെള്ളമില്ല. പക്ഷെ ഏലീശയുടെ മുഖത്തൊരു മാറ്റവുമില്ല. എന്നാൽ ഏലീശ പറഞ്ഞു, ഇത് പോരാന്ന് തോന്നിയിട്ട് ദൈവം മോവാബിയ സൈന്യങ്ങളെ നിങ്ങളെ ഇത് പോരാ, ഈ വെള്ളം തരുന്നത് പോരാന്ന് തോന്നിയിട്ട് നിങ്ങൾ ജയവും പ്രാപിക്കും. പോകുന്ന വഴി നിങ്ങൾ ജയമാകും. പക്ഷെ അവർ ഓർത്തു, കാറ്റ് കാണുന്നില്ല, മഴയുമില്ല. എന്നാൽ പണ്ടത്തെ പോലെ നോഹയുടെ കാലത്തിന് മുമ്പുള്ള പോലെ ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയായിരിക്കും, വെള്ളം താഴ്ന്ന് പൊങ്ങി വരികയായിരിക്കും. നമ്മുടെ വിചാരമല്ല, ദൈവത്തിന്റെ പദ്ധതി. പിറ്റേ ദിവസം ഏതോമിൽ നിന്ന് വെള്ളം വരുന്നത് അവർ കണ്ടത്. എല്ലാ കണക്കുകളിലും തെറ്റിപ്പോയി. ഏതോമിൽ നിന്ന് പിറ്റേ ദിവസം വെള്ളം വരും. എന്റെ അർത്ഥം, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് വരണമെങ്കിൽ നമ്മളതിനെ വിശ്വസിച്ച് വിളിച്ചു പറയാൻ തയ്യാറാണ്. വിളിച്ചു പറയണം. ഒരു അഭിഷേകം ഉള്ളവൻ വിളിച്ചു പറഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തെ അവൻ വിശ്വസിച്ചു. റോമർ 4:17. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കൾ അഭിഷേകത്തിൽ നിറഞ്ഞ് വിളിച്ചു പറഞ്ഞതിനെ നിവർത്തിയാക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചതിനായി സ്തോത്രം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പറയാം, എനിക്ക് തോന്നുന്നില്ല ഈ വർഷം നടക്കും. കർത്താവ് കഷ്ടപ്പെട്ട് ചെയ്യാൻ പോകുമ്പോ നമ്മളായിട്ട് നമ്മുടെ വാഗുകൊണ്ട് തന്നെ ആ പഴുതുകൾ സോഴ്സുകളെല്ലാം അടച്ചു കളയും. എന്നാൽ ഈ നിമിഷം മാറുന്നില്ല. ഈ കുഴികൾ വെള്ളം 1000 കുഴികളായി. ആൾക്കാർ ചോദിച്ചു, എന്തിനെ വെയിലത്ത് കഷ്ടപ്പെട്ട് എത്ര ദിവസം വെള്ളം കുടിച്ചിട്ടില്ല? എലീശ പറഞ്ഞു, താഴെ വെള്ളം കൊണ്ടുവന്നു. അവൻ പറഞ്ഞത് തന്നെ പറഞ്ഞു. അവൻ അറിയാം, ഞാൻ പറഞ്ഞത് നടക്കും. അതിനുവേണ്ടി അവർ ഇരട്ടി പങ്ക് പ്രാപിച്ചു. മറ്റവരങ്ങനെയല്ല, ഒരു ദൂത് പറയും, എന്നിട്ട് അവർ വിശ്വസിക്കുന്നില്ല. ഏലിയാവ് എടുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടും അവർ ഏലിയാവ് എടുക്കപ്പെട്ടത് വിശ്വസിച്ചു. അവരുടെ ദൂത് അവർ വിശ്വസിക്കുന്നില്ല. പൊന്നൂരിൽ ഒരു ദേവദാസനുണ്ട്. ഒരു 50 കൊല്ലത്തിന് ശേഷം നടക്കുന്ന ദൂതയെ പറയും. അപ്പൊ നമ്മളുണ്ടാവില്ല, ഭാഷ അറിയാതെ എന്റെ തലയെ കയറ്റിട്ടുണ്ട്. മകനെ, നിന്നെ എവറസ്റ്റ് കൊടുമുടി കയറ്റും. പക്ഷെ ഈ അടുത്ത കാലത്തൊന്നും നടക്കും. ഒരു 50 കൊല്ലത്തിന് ശേഷം നടക്കും. ഇന്ന് നടക്കുന്ന ദൂത് പറയുന്ന അതിന് അഭിഷേകത്തിന് കൂടുതൽ വേണം. ഈ ദിവസങ്ങൾ നടക്കേണ്ട ദൂതുകൾ വിളിച്ചു പറയുക. ഇതിനകത്തുനിന്ന് കൃപാവരം പ്രാർത്ഥന എഴുന്നേൽക്കട്ടെ. നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ സൗഖ്യമാകുക. ഇന്ന് സൗഖ്യമെന്ന് വിളിച്ചു പറയുമ്പോൾ, ഇന്ന് വിടുതലെന്ന് വിളിച്ചു പറയുമ്പോൾ, കടബാധ്യതകളിൽ നിന്ന് വിടുതലെന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ നടക്കുമാർ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു അഭിഷേകം ഏലീശ കാലഘട്ടത്തിൽ ആഗ്രഹിച്ചു. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ നിവൃത്തിയാകേണ്ടതിന് ദൈവത്തിന്റെ അഭിഷേകത്തിനായി നാം ദൈവത്തോട് കർത്താവേ, ഞാൻ പറയുന്ന വാക്കുകൾ ജനങ്ങളിൽ നിവൃത്തിയാകും. ഞാൻ പറയുന്ന ദൂതുകൾ ആഴ്ചയിൽ നിവൃത്തിയാകും. പിറ്റേ ആഴ്ച സഭായോഗത്തിൽ വരുമ്പോൾ ജനങ്ങൾ പറയണം, ദൈവദാസ, സഹോദരി, സിസ്റ്ററെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം കാര്യം പറഞ്ഞില്ലേ, അത് ഈ ആഴ്ച തീരുന്നതിന് മുമ്പ് നടന്നു.
ചേർന്ന ദൈവത്തിന് സ്തോത്രം. നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ട് ഒരു അഭിഷേകത്തിന്റെ പുതുക്കം ദൈവമക്കൾ ഈ ഉപവാസത്തിൽ പ്രാപിക്കണം. അതായത് പറയുന്ന കാര്യം വിശ്വസിക്കാനുള്ള അഭിഷേകം. ഞാൻ പറയുന്നത് ഞാൻ തന്നെ വിശ്വസിക്കണം. പലരും പറയുന്നത് വിശ്വസിക്കാൻ മാത്രമല്ല, ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, എലീശ അഭിഷിക്തനായി. എലീശ അഭിഷിക്തനായി നടന്നപ്പോ നാട്ടുകാരനോട് എലീശയുടെ വീട്ടിലൂടെ, യജമാനെ പട്ടണത്തിൽ ഇരിപ്പ് മനോഹരമെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാണ്. അതായത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അബോർഷനായി പോകുന്നു. കുഞ്ഞുങ്ങളൊന്നും പ്രായമായി അമ്മ പ്രസവിക്കുന്നില്ല. പുതിയ തലമുറകൾ ഉളവാകുന്നില്ല. എലീശ പറഞ്ഞു, അതിൽ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു തലയിൽ ഉപ്പ് കൊണ്ടുവന്നു. അവൻ പോയി ആ നീരുറവയുടെ തുടക്കം കണ്ടുപിടിച്ചു. അവിടെ ഉപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഇവിടെ ഗർഭനാശനം ഉണ്ടാകത്തില്ല. ആ ദേശത്തുള്ള ഒരു പ്രത്യേകത, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കും. നമ്മുടെ സഭയിലുണ്ട്. പലരും സഭയിൽ വരും, പിറ്റേ ആഴ്ച കാണത്തില്ല. സ്നാനത്തോടടുക്കും, പിന്നെ കാണത്തില്ല. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കും. നമ്മുടെ സഭയിൽ വന്നവരെല്ലാം സഭയിൽ നിന്നിരുന്നെങ്കിൽ എത്ര സർവീസ് കൊടുക്കേണ്ട സമയം. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കുന്നു. എലീശയുടെ മേലുള്ള അഭിഷേകത്തിന്റെ പ്രത്യേകത, അവൻ അതിനൊരു സ്റ്റെപ്പ് വെച്ചാൽ പിന്നെ അവിടെ ഗർഭനാശനം ഉണ്ടാകത്തില്ല. അതായത് നമ്മുടെ സഭയിൽ വരുന്നവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അവർ ക്രിസ്തുവിനങ്ങ് വളരണം. അതായത് നമ്മളൊന്ന് സുവിശേഷം പറഞ്ഞ റെഡിയാക്കി വരുമ്പോ വേറെ വള്ളിക്കാരെ കൊണ്ടുപോയി ഗർഭനാശനം, വെള്ളം ചീത്ത, അവരെ കൊണ്ട് പോകുന്ന പല പരിപാടികളുണ്ട്. പല നമ്മുടെ ചർച്ചിൽ വരേണ്ട, നമ്മൾ കഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് അധ്വാനിച്ച് വിളിച്ചുകൊണ്ടുവന്ന ഒരു വ്യക്തി സഭയിൽ വളരുന്നില്ല. ആ വ്യക്തിക്ക് വീണ്ടും ജന്മം ഉണ്ടാകുന്നില്ല. ഒരാഴ്ച കണ്ടു, രണ്ടാഴ്ച കണ്ടു, പിന്നെ അപ്രത്യക്ഷമായി. അതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു കൂട്ടത്തിന്റെ നടുവിൽ വരുന്ന വ്യക്തികൾ പിന്മാറി പോകത്തില്ല. വരുന്ന ആൾക്കാർ പിന്മാറി പോകത്തില്ല. എലീശയ്ക്ക് മനസ്സിലായി, ഇവിടെ ഇസ്രായേലിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കുന്നു. എന്നാൽ ഏലിയാവിന്റെ കാലത്ത് മരിച്ചെങ്കിൽ എന്റെ കാലത്ത് മരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ കാലത്ത് ഈ കുഞ്ഞുങ്ങൾ അവൻ ജനിക്കാതെ വളരാതെ ഞാൻ സമ്മതിക്കുകയില്ല. അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് അതിനുള്ളൊരു അഭിഷേകം തരണം. ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഏലിയാവിന്റെ അഭിഷേകം പോരാ. എന്നെ നടത്തിയ എന്റെ യജമാനന്റെ അഭിഷേകം പോരാ. നമ്മളെ നടത്തിയ ദൈവദാസന്മാരെക്കാൾ കൂടുതൽ അഭിഷേകം ഉണ്ടെങ്കിൽ പാപം പെരുകുന്നത് കൊണ്ട് കൃപ അത്യന്തം പെരുകിയ മതിയാകും. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. അപ്പോ കൃപ പെരുകാനായിട്ട് പാപം ചെയ്യണമെന്നോ ഒരു നാൾ വരുന്നു എന്ന് പൗലോസ് പറയുന്നു. റോമർ 5 അവസാനം ഓരോ കാലം കഴിയുന്ന പാപം പെരുകയാണ്. അപ്പോൾ എന്റെ കാലഘട്ടത്തിൽ ഉള്ളതല്ല, എന്റെ അടുത്ത ഞാൻ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നവർ എന്നേക്കാൾ അഭിഷിക്തരായിരിക്കണം. പക്ഷെ പല സഭയിലും പാസ്റ്റർമാർക്ക് അത് പേടിയാണ്. എന്താ, ഇപ്പൊ എല്ലാവരും അവരുടെ അടുത്താണ് കൊടുക്കുന്നത്. പണ്ട് എന്റെ അടുത്ത് ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറ്റും, ഇപ്പതേ അവളുടെ അടുത്താണ് നിൽക്കുന്നത്. ഒരു ഹൃദയ വിശാലതയുള്ള ദൈവദാസന്മാരാണെങ്കിൽ അടുത്ത തലമുറ നമ്മേക്കാൾ ശക്തരായിട്ട് വരും. ചർച്ചിന്റെ പ്രത്യേകത പാർശ്വലിക്കുമ്പോൾ പറയുന്നത് എനിക്ക് സന്തോഷം. അവിടെ നിന്ന് ഇറങ്ങിയവരെല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ കർത്താവിന് പ്രയോജനപ്പെടുന്നവരാണ്. എല്ലായിടത്തും ആ ചർച്ചയിൽ ഒത്തിരി പേര് പല കാര്യത്തിലും തെറ്റായ രീതി കണ്ടോ ഭാഷയിലേക്ക് പുറത്താക്കി. സഭയിൽ പോയെങ്കിലും അവര് കർത്താവിന് പ്രയോജനപ്പെടുന്നുണ്ട്. എവിടുന്ന് വെട്ടിയെടുത്ത കലികർമ്മത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും ആ ചർച്ചിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം ശക്തമായിട്ട് മാനിച്ചു. പാസ്റ്റിന്റെ അടുത്ത തലമുറകളെല്ലാം ശക്തിയോടെ ദൈവം ഉപയോഗിക്കുന്ന കൂട്ടമായി മാറി. ഒരു കാര്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, നമ്മുടെ മക്കൾ നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരും നമ്മേക്കാൾ അഭിഷിക്തരാകും. നമുക്കതിനകത്ത് ഭാരം ഉണ്ടാകുക. എലീശ പറഞ്ഞു, എലിയാവ് പറഞ്ഞത് പ്രയാസമുള്ള കാര്യമാണ്, എങ്കിലും നീ എന്നെ കാണുമെങ്കിൽ നിനക്കത് ലഭിക്കും.
ഏലിയ ആഗ്രഹിച്ചു, ഞാൻ പോവുകയാണ്, എന്നേക്കാൾ ശക്തിയായിരിക്കണം എന്റെ അടുത്ത തലമുറ. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത. അതായത് ഏലീശയുടെ ആഗ്രഹം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ ഒരു ഗർഭിണി പ്രസവിക്കാതെ ഒരു ചാവിള്ള ഉണ്ടാകരുത്. ഏലീശ പറഞ്ഞു, ഇനി അത് ഉണ്ടാകത്തില്ല. എങ്ങനെ അറിയാം? തന്റെ അഭിഷേകത്തിന്റെ നിറവിന്റെ വ്യത്യാസമാണ്. ഇനി അത് ഉണ്ടാകത്തില്ല. പണ്ടത് ഉണ്ടായിരുന്നു, എന്റെ കാലത്ത് അത് ഉണ്ടാകത്തില്ല. ഇത് പറയണം. ഒരു ദൈവം ഇതിനെ പറയാൻ കഴിയണം. അതായത് സഭയിൽ ആളെണ്ണം കുറയത്തില്ല. ഒരാഴ്ച കഴിയുന്നവർ 5-10 പേര് കൂടി 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 പല ഷിഫ്റ്റ് ആരാധനയാകും. ഇത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ മിനിസ്ട്രിയെ വിശാലപ്പെടുത്തുന്നു. അഭിഷേകത്തെ നിങ്ങൾ തിരിച്ചറിയുക. ഒന്നാമത്തെ കാര്യം എന്താ? പറയുന്ന കാര്യം വിശ്വസിക്കാനുള്ള ശക്തി. 2, പുതിയ തലമുറകളെ ഉളവാക്കാനുള്ള ശക്തി. അതാണ് ദൈവത്തോട് അവൻ ആഗ്രഹിച്ചത്. 3, യൗവനക്കാരെ സ്വാധീനിക്കാനുള്ള ശക്തി. അതായത് ഏലീശ, ആ 2-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, ഏലീശ ഒരു വഴിക്കൂടി പോയത്. അപ്പൊ ആ തലമുറയിൽ കുറെ ചെറുപ്പക്കാരുണ്ട്. ചെറുപ്പക്കാരെന്നും ഒരു പ്രത്യേക തരമാണ്. ഏലീശയെ വിളിച്ച്, മണ്ടത്തലയാ കേറി വാങ്ങാൻ. പക്ഷെ മറ്റൊരു പരിഭാഷയെ കണ്ടു, മണ്ടത്തലയാ നീ കേറി പോയിക്കോ. അതിന്റെ അർത്ഥം ഏലിയാ പോയില്ലേ, അതുപോലെ നീ പോയിക്കോ. ഇത് ചെറുപ്പക്കാരുടെ കാലമാണ്, ഇത് അഭിഷിക്തന്റെ കാലമല്ല, നീയും സ്ഥലം വിട്ടോ. ഏലീശ എന്ത് ചെയ്തു? ഒന്ന് തിരിഞ്ഞു നോക്കി. ന്യായപ്രമാണത്തിൽ നിൽക്കുന്നവനായതുകൊണ്ട് ന്യായപ്രമാണ രീതിയിൽ ഒരു ശാസന ശാസിച്ചു. 2 പെൺകരടികൾ ഇറങ്ങി വന്നു. 42 ചെറുപ്പക്കാരെ കീറിക്കളഞ്ഞു. പെൺകരടി ആയതുകൊണ്ട് നന്നായി. പെൺകരടി എന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്തിട്ടേ പോകും. ആണാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. 1-2 പേരെ കീറിയിട്ട് പറയും, ഒരു മനസാക്ഷിയൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾ അങ്ങനെയല്ല. ഈ സദൃശാക്യത്തിലുണ്ട് കുട്ടികൾ കാണാതെ പോയ കരടികൾ, പെൺകരടികൾ. അതായിരിക്കാം. കാട്ടിൽ നിന്ന് 2 പേര് ഇറങ്ങി വന്നു. 42 ചെറുപ്പക്കാരെ കീറി. എന്ത് സംഭവിച്ചെന്നറിയാമോ? പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഏലീശയുടെ ശിഷ്യന്മാരും പെരുകി. കാരണം ആ തലമുറയിലെ ചെറുപ്പക്കാരെല്ലാം ഏലീശയുടെ കൂടെ. അന്നത്തെ ഹീറോ ആരായിരുന്നെന്ന് അറിയാമോ? സച്ചിൻ തെണ്ടുൽക്കർ ഒന്നുമല്ല, ഏലീശയായി മാറി. അതായത് യൗവനക്കാരെ സ്വാധീനിക്കാനുള്ള ശക്തി അവനുണ്ടായിരുന്നു. ആ തലമുറയിലെ യൗവനക്കാരെ പറഞ്ഞില്ല, നിന്റെ പഴഞ്ഞ പ്രാർത്ഥനയിൽ തമ്പേരടിയെ നിർത്തണ പോരാ. പക്ഷെ ഏലീശ ഒന്ന് തിരിഞ്ഞു നോക്കി, ഒരു വിളി വിളിച്ചു. 2 കരടി വന്ന് 5-6 മാന്ത് വെച്ച് കൊടുത്തപ്പോ ബാക്കിയുള്ളവർ പറഞ്ഞു, ഇവന്റെ ദൈവം ദൈവമാണ്, ഇവനാണ് ഈ തലമുറയിലെ താരം, ഇവന്റെ കൂടെ കൂടാൻ. പിന്നെ നമ്മൾ വായിക്കുന്ന, യജമാനനെ നമ്മൾ ഇരിക്കുന്ന ഇടം ഇടുക്കമുള്ളതാണ്, ഞങ്ങൾ യോർദാനോളം പോയി മരം മുറിക്കട്ടെ. ആരാ ഈ ആൾക്കാർ കൂടാൻ കാരണം എന്താ? ഏലീശയ്ക്ക് ശിഷ്യന്മാര് കൂടാൻ കാരണം എന്താ? ഏലീശ യൗവനക്കാരെ സ്വാധീനിച്ചു. ഏത് ചർച്ചിന്റെ വളർച്ചയുടെ പുറകിലാരാ? യൗവനക്കാരൻ. നാട്ടിലെ ഏറ്റവും അലമ്പിന്റെ പുറകിലാരാ? യൗവനക്കാരൻ. കൊട്ടേഷൻ ടീം ഉപയോഗിക്കുന്ന ആരെയാ? യൗവനക്കാരൻ. രാഷ്ട്രീയക്കാരെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുന്നത് ആരാ? യൗവനക്കാരൻ. കല്യാണം കഴിയുമ്പോൾ പലരും ഒതുങ്ങും, അല്ലെങ്കിൽ അമ്മാമ്മ ഒതുക്കും. കല്യാണമാകുമ്പോൾ പെണ്ണൊക്കെ കെട്ടിയപ്പോ ആൾ ഒതുങ്ങി. ഇപ്പൊ ഒരു പെണ്ണിന്റെ പുറകെ പോകുന്നതാണ്, ഒരു കൊച്ചിനെ കൈ പിടിച്ചു. ഒരു നേഴ്സിനെയൊക്കെ കെട്ടി ഇപ്പൊ അവനിപ്പോ ഗൾഫിലാണ്, ജോലിയൊന്നുമില്ല, കൊച്ചിനെ നോക്കി ഓരോ ഉദാഹരണങ്ങൾ പറയും. ഉദാഹരണങ്ങൾ പറയും. പക്ഷെ പണ്ട് ഭയങ്കര ആളാരെന്ന് നാളടക്കിയവനാ. എന്നും പോലീസ് സ്റ്റേഷനിലായിരുന്നു, ഒതുങ്ങിപ്പോയി. അപ്പൊ ഈ ചെറുപ്പ പ്രായത്തിൽ ആരും നോക്കാനൊന്നുമില്ല, ഒന്നും നോക്കാനില്ല. വീടുമില്ല, കൂടുമില്ല, അവന് ഭാര്യയില്ല, മക്കളുമില്ല എന്ന് ചത്തത്രയോ. ഈ യൗവനക്കാരെ സ്വാധീനിക്കാൻ സഭയ്ക്ക് അറിയില്ല. യൗവനക്കാരെ സ്വാധീനിക്കാൻ സഭയ്ക്ക് അറിയില്ല. യൗവനക്കാരെ നിലനിർത്താൻ സഭയ്ക്ക് അറിയില്ല. ഏലീശ ശക്തമായ ഒരു അഭിഷേകം ഉപയോഗിച്ചു. ഇപ്പോൾ ഏലീശ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. യജമാനെ നമ്മൾ പാർക്കുന്ന ഇടം ഇടുക്കമാണ്.
ഞങ്ങൾ മരം മുറിക്കാൻ പോകട്ടെ. അവർ സ്വാത്രാഴ്ചയിൽ എത്തിയിരിക്കില്ല, അവർ മരം മുറിക്കാൻ പോവുകയാണ്. മരം മുറിക്കാൻ പോയി. അതായത് സഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് യൗവനമാണ്, യൗവനക്കാരൻ. ഇവിടുത്തെ മൈക്കിൾ സ്റ്റാൻഡ് കുന്തോ കുറച്ചൊക്കെ ചുമന്നു വരുന്ന ആരാ? വല്യപ്പന്മാരാണോ ഞങ്ങളെ പല? യൗവനക്കാരാണ്. സഭയുടെ ശക്തി കേന്ദ്രം പറഞ്ഞാൽ നിന്റെ യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ നല്ല പ്രായം കർത്താവിന് വേണ്ടി കൊടുക്കണം. ഞാൻ വൈകിപ്പോയി. എനിക്ക് 23-ാമത്തെ വയസ്സിൽ യേശുവിനെ അറിയാൻ പറ്റിയത്. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിലോ എന്റെ നല്ല പ്രായം ലോകത്തിന് വേണ്ടി കൊടുത്തുപോയി. യൗവനക്കാരെ ഏറ്റവും നല്ലൊരു ജീവിതമാണ് കർത്താവിന്റെ കൂടെയുള്ള ജീവിതം. നമ്മുടെ നല്ല സമയം കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ ഉപവസിക്കാൻ, കൂടുതൽ കരയാൻ എല്ലാം കൊടുക്കണം. ഏലിശ ആ തലമുറയിലുള്ള സാഹസികരായ യൗവനക്കാരെ സ്വാധീനിച്ചു. എങ്ങനെ? അഭിഷേകത്താൽ. അഭിഷേകമുള്ള നാവുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ 2 കരടികൾ ഇറങ്ങി വന്നു. അവർക്ക് മനസ്സിലായി ഇവൻ അഭിഷിക്തനാണ്, ഇവനോട് കളിച്ച കളി നടക്കത്തില്ല. മനസ്സിലായി അവരുടെ മുൻപിൽ ഇവനൊരു മഹാനായിരുന്നു. ആ തലമുറയിലെ ഏലിശ തലമുറയിലെ യൗവനക്കാരെ മൊത്തം അങ്ങോട്ട് സ്വാധീനിച്ചു. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. പെന്തക്കോസ്ത് നാളിൽ അത് തന്നെ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. അപ്പൊ യൗവനക്കാരെ സ്വാധീനിക്കാൻ എന്തെങ്കിലും നമുക്കുണ്ടോ? ഒരു ഗിറ്റാർ ഓർഗനും വെച്ചാലൊന്നും യൗവനക്കാർ വരില്ല. കുറെ കളറിലേക്ക് ഇട്ടാൽ യൗവനക്കാർ വരില്ല. അവർക്ക് അതിനും നല്ലത് മൈക്കിൾ ജാക്സന്റെ അപ്പുറത്തുണ്ട്. നമ്മൾ കളിക്കുന്നതിന് നല്ലത് അപ്പുറത്തുണ്ടെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുള്ള ഒരു ദൈവദാസൻ ദൈവ പ്രവൃത്തിയോടെ എഴുന്നേറ്റ് നിന്നാൽ, വീര്യപ്രവൃത്തികൾ അവരിൽ വെളിപ്പെട്ടാൽ, ഏത് തരത്തിലുള്ള വിഭാഗക്കാരെ സ്വാധീനിക്കണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. സഭാ വളർച്ചയുടെ തത്വങ്ങൾ ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നോക്കിയത്. അടുത്ത കാര്യം, യൗവനക്കാരെ സ്വാധീനിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഏലിയാവിന് കഴിഞ്ഞില്ല. ഏലിയാവ് തീ ഇറക്കി എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയെങ്കിലും യൗവനക്കാരെ വ്യക്തിപരമായി സ്വാധീനിച്ചവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ശിക്ഷപ്പെടുത്തുവാൻ ഏലിയാവിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് ഇരട്ടി വേണം. ഈ കാലങ്ങളിൽ നിങ്ങൾ നോക്കണം, ഈ നശിച്ചു പോകുന്ന യൗവനക്കാരെ, നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടവർ, ഈ സമൂഹത്തിലുള്ളവരെ കർത്താവിലേക്ക് നയിക്കാൻ എന്തെങ്കിലും, അവരെ സ്വാധീനിക്കാനുള്ള എന്തുണ്ട്? നമ്മൾ അവരെ സ്വാധീനിക്കാൻ അഭിഷേകമുണ്ടോ? സ്വാധീനിക്കപ്പെടും. അടുത്തത്, ഫാമിലികളെ സ്വാധീനിക്കാനുള്ള ശക്തി അവർ ദൈവത്തിൽ നിന്ന് വാങ്ങി. ഒരിക്കലും ഒരു ധനികയായ സ്ത്രീ പറഞ്ഞു ഭർത്താവിനോട്, നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവ പുരുഷനെന്ന് ഞാൻ കാണുന്നു. 1-2 പ്രാവശ്യം വീട്ടിൽ ഫുഡിന് വന്നിട്ടുണ്ട്. സാധാരണ ഒരു ദേവദാസൻ 2 പ്രാവശ്യം വിളിച്ചാൽ പിന്നെ വിളിക്കില്ല. ഇവിടെ വിളിച്ച മുറിയിൽ ഇരിക്കത്തില്ല, അടുക്കളയിലോട്ട് പോകും. അമ്മാമ്മ എന്തുണ്ട് വിശേഷം? ഇപ്പൊ പറയും, പാസ്റ്റർ ഇനി 2 ശുഭ പാസ്റ്റർ ഇനി ഈ പുള്ളിനെ ഞങ്ങളുടെ വീട്ടിൽ പാർപ്പിക്കരുത്, വേറെ ഏതെങ്കിലും വീട്ടില് നിങ്ങളുടെ പാസ്റ്റർ അങ്ങനെയുള്ളവരൊന്നും വിളിക്കാറില്ല. ഒരു വലിയ കൂടെ കൂടെ. അപ്പൊ 2 പ്രാവശ്യം ഊണിന് വന്നിട്ടുണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കൂടെ കൂടെ റോട്ടിലൂടെ പോകുന്നുണ്ട്. ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ കൂടെ കൂടെ വഴി കൂടി പോകുന്ന മനുഷ്യൻ വിശുദ്ധനായ ദൈവ പുരുഷനെന്ന് ഞാൻ കാണുന്നു. ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം കിട്ടിയ ഇവൻ വിശുദ്ധിയിലും അവൻ നിറഞ്ഞു. സ്ത്രീകള് നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏലിശയാൽ സ്വാധീനിക്കുന്നു. അവന്റെ വ്യക്തിത്വം, അവന്റെ കണ്ണുകളിൽ ഒരു വിശുദ്ധിയുടെ തീനാളം ഉണ്ടായിരുന്നു. അവന്റെ മുൻപിൽ എല്ലാവരും ബഹുമാനിക്കുമായിരുന്നു. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം, വിശുദ്ധനായ ദൈവപുരുഷൻ. ഇവന്റെ കൂടെ വേറൊരു പുള്ളിയുണ്ട്. അതാരാ? ഗേഹസി. കേജോയി എന്ന ഭാഷ പറഞ്ഞത് ഏലീശ ദൈവപുരുഷനും ഗേഹസി പുരുഷനുമായിരുന്നു. പുരുഷനെ സൂക്ഷിക്കണം, പക്ഷെ ദൈവപുരുഷനെ നമുക്ക് വിശ്വസിക്കാം. ആത്മാവിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന വിശുദ്ധനായ ദൈവപുരുഷൻ. ആ സ്ത്രീ പറഞ്ഞു, നമ്മുടെ വീടിനോട് ചേർന്ന ഒരു മുറി കൂടി പണിയ, ഒരു കട്ടിൽ, ഒരു കസേര,
ഒരു മേശ, ഒരു വിളക്ക് നമുക്ക് അവിടെ വെക്കാം. അവനിവിടെ വന്ന് പാർക്കട്ടെ. നോക്കണേ, അവൻ വഴികൾ തുറക്കുകയാണ്. അഭിഷേകം എന്തിനുള്ളത്? വിശുദ്ധിയിൽ നിൽക്കാൻ. പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ അവരെ തന്നെ സൂക്ഷിച്ചവരാണ്. പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർ എത്രയോ പാടാനായി. പിശാച് പേടിക്കുന്ന ഒന്നുണ്ടെങ്കിൽ വിശുദ്ധിയാണ്. കർത്താവ് നമ്മെ ചേർക്കാൻ വരുന്ന ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. അഭിഷേകത്തിന് ഇരട്ടി പങ്കെന്തിനാണ്? പണമുണ്ടാക്കാനാണ്. രാജ്യം മുഴുവൻ നടന്ന് വളരെ തിരക്കിന്റെ നടുവിൽ നടക്കുന്ന, വിദേശത്ത് സ്വദേശത്ത് വളരെ തിരക്കിന്റെ നടുവിൽ നടക്കുന്ന പാവപ്പെട്ട ദൈവത്തിന്റെ വിലപ്പെട്ട ദാസൻ എന്ന പേര് കിട്ടാനാണ് പലരും ദൈവദാസനങ്ങൾ പൊക്കുക. പാവം ദൈവത്തെ ആരും ഒന്നും പറയാറില്ല. ഒരിക്കലും ഒരു കൺവെൻഷൻ എന്നെങ്കിലും പറയുന്നു, ലോകത്തിന്റെ 5 വൻകരകൾ, ഒരു സഭയിലെ കൺവെൻഷൻ നടക്കുകയാണ്. ലോകത്തിന്റെ 5 വൻകരകളിൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന അമേരിക്ക, ഇംഗ്ലണ്ട്, ചൈന പോലുള്ള രാജ്യങ്ങളിൽ വളരെയധികം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസനാണ് പാസ്റ്റർ ജോഷി. ഞാൻ പുറകിലോട്ട് നോക്കി, വേറെ വല്ലവരും വന്നിട്ടുള്ളൂ. ഞാൻ ഈ സ്ഥലത്ത് ഒന്നും പോയിട്ടില്ല. എന്താണ് ആൾക്കാരുടെ അകത്തൊരു ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ചിലർ പുള്ളിയെന്നല്ല നമ്മൾ കാശ് കൊടുത്ത് വിളിച്ചേക്കണത്. അതുകൊണ്ട് മര്യാദ കേട്ടോളൂ, ഭയങ്കരമാണ്. ഞാൻ എഴുന്നേറ്റത് പറഞ്ഞു, ഇങ്ങനെയുള്ള രാജ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിലൊരു മാപ്പുണ്ട്, അതിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതെല്ലാം അടിയ. കർത്താവിന് ഒരു മഹത്വം ഇല്ല. ദൈവപുരുഷന്മാരെ നമ്മൾ വാഴ്ത്തണ്ട. ദൈവപുരുഷനായിട്ട് നിന്നാൽ അവരെ ദൈവം ഉയർത്തും. അവനുള്ളതെല്ലാം ദൈവം ഒരുക്കും. ഒരു വിശുദ്ധനായ ദൈവപുരുഷനായി തീരുവാൻ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ എന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ ദൈവപുരുഷന്മാരായി ജീവിക്കും. ദൈവത്തിന്റെ മാന്യ വനിതകളായി ജീവിക്കും. നമുക്കൊരു വ്യക്തിത്വം വേണം. പല ദൈവദാസന്മാരെ കൗൺസിലിങ്ങിന് വരും. പാസ്റ്റർ, എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, സ്ത്രീകൾ എന്റെ ചുറ്റൊന്നും മാറുന്നില്ല. പാസ്റ്റർമാർ പറയുന്നു, ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു, നിനക്കെന്തോ കുഴപ്പമുണ്ട്. എടാ, ഞങ്ങളൊന്നും ചുറ്റും വരുന്നില്ലല്ലോ. എടാ, ഞങ്ങൾ പല വീട്ടിൽ പോയി പാർക്കുന്നതല്ലേ, ഞങ്ങൾ ചുറ്റും വരുന്നില്ലല്ലോ. കാരണം എന്താ? നിന്റെ നോട്ടം, നിന്റെ വാക്ക്, നിന്റെ സംസാരം, നിന്റെ രീതി ഒരു വിശുദ്ധി ഉണ്ടോ? തമാശ പറയാം, പക്ഷെ അതിന് കടക്കരുത്. ചിരിക്കാം, പക്ഷെ അതിന് ദൈവപുരുഷനായിരിക്കണം. പക്ഷെ വിശുദ്ധനെന്ന ഒരു നാം റവറന്റ് ഇല്ലെങ്കിലും, പണ്ടാരും പറഞ്ഞ റവയില്ലെങ്കിലും ഒരു സുബിയെങ്കിലും ഉണ്ടാകുന്നു. വിശുദ്ധനായ ദൈവപുരുഷൻ, പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണ്. ദൈവദാസന്മാരെ വഴിതെറ്റി വീഴ്പ്പിക്കുന്ന ഒരു കാലം എന്നുമുണ്ട്. എന്റെ ജീവിതത്തിൽ സംഭവിക്കാമെന്ന് എത്രയോ പ്രാവശ്യം. എന്നാൽ അവിടെ എല്ലാം എനിക്ക് ജയം തന്നത് എന്റെ മേലുള്ള അഭിഷേകമാണ്. ഒരു പാപത്തിന്റെ സാധ്യത വരുമ്പോൾ അവിടെ നിന്ന് ഓടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടോ? പാപം ചെയ്യാതിരിക്കാൻ കൂടി ഒരു ശക്തി. ഉയരത്തിലെ ശക്തി കിട്ടിയത് ഭൂതത്തെ പുറത്താക്കാനും രോഗിയെ അവരെ സൗഖ്യമാക്കാനും മാത്രമല്ല. ഭാര്യ ചൂടാകുമ്പോൾ ചൂടാകാതിരിക്കാൻ നമുക്കൊരു ശക്തി വേണം. ഭാര്യയുടെ വായന്ന് വരുന്ന കേട്ടാൽ എന്ത് ചെയ്തു പോകും? ഒരു തൊഴി കൊടുത്തു. പക്ഷേ തല്ലാതിരിക്കാൻ ഒരു ശക്തി. തല്ലുന്നത് ബലഹീനതയാണ്. ചീത്ത വിളിക്കുന്ന ബലഹീനതയാണ്. പൊട്ടച്ചൊല്ല് പറയുന്നത് ബലഹീനതയാണ്. അനാവശ്യങ്ങൾ പറയുന്നത് ബലഹീനതയാണ്. വെറുതെ ഇരുന്ന് സമയം കളയുന്നത് ബലഹീനതയാണ്. പക്ഷേ മറ്റുള്ളവർ കോപിക്കുമ്പോഴും ശാന്തമായിരിക്കുന്നത് ഒരു ശക്തിയാണ്. മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു ശക്തിയാണ്. അത് പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധനായ ദൈവപുരുഷൻ. ഒരു 50 കൊല്ലം കഴിഞ്ഞാലും നമ്മൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മെ ഇന്ന് ബഹുമാനിക്കുന്നവർ അന്നും ബഹുമാനിക്കണം.
അതിനുള്ള വ്യക്തിത്വം പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവം ഇതിൽ പ്രാപിക്കും. നമ്മെ മറ്റുള്ളവർ ബഹുമാനിക്കും. കൃപാവരമുള്ളവരെ ഒരു CSL ആൾക്കാർ വിളിച്ചിട്ട് പറയും ഇനി വിളിക്കേണ്ടെന്ന് പറയും. നിങ്ങൾ വിളിച്ച പലരും എന്തുകൊണ്ട് വിളിക്കുന്നില്ല? പാർശ്വിച്ചിരിക്കുന്നു. നമ്മളവരുടെ പലരും മാറും. കൃപയാവരങ്ങളുള്ള ദൈവദാസന്മാരെ പല സീസണിൽ വിളിക്കും. ജീവിക്കുന്ന ഒരു ദൈവദാസനെ അവസാനം വരെ വിളിക്കും. എല്ലാവർക്കും വേണ്ട ജീവിക്കുന്ന ഒരു ദൈവദാസനെയാണ്. നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നത് ഈ കൂടെ ഈ വഴിക്കൂടി പോകുന്നവനെ നമ്മുടെ വീട്ടിൽ പാർപ്പിക്കാൻ കൊള്ളാം. നമ്മുടെ വീട്ടിൽ പാർപ്പിക്കാൻ കൊള്ളാം. ഒരു സ്ത്രീയാണ് പറയുന്നത്. പക്ഷെ എലീശ അവിടെ പാർത്തിട്ട് പറഞ്ഞു. ഗേഹസിയോട് ചോദിച്ചു, അവൾ എന്തിനാ എത്ര നമുക്ക് വേണ്ടി ചെലവ് ചെയ്തത്? അവൾക്ക് എന്ത് വേണം? അവൾക്ക് മക്കളില്ല. സ്വന്തം ജനത്തിന്റെ ഇടയിൽ പാർക്കുന്ന നിന്നയുടെ നടുവിൽ എലീശ വരുന്നയാണ്ടിൽ ഈ സമയത്ത് നോക്കണേ, ഒരു ദൈവപുരുഷനെ വീട്ടിൽ കയറ്റിയതിന്റെ നന്മ വരുന്നയാണ്ടിൽ ഈ സമയത്ത് ഒരു വിശുദ്ധനായ ദൈവപുരുഷനെ നിങ്ങൾ വിവേചിക്കണം. ആ സ്ത്രീക്ക് വിവേചനപരമുണ്ടായിരുന്നു. അവൻ ദൈവപുരുഷനായിരുന്നു. ഉപവാസം കഴിയുമ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ അവധിക്ക് പോകുമ്പോൾ, ഇപ്പൊ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഓഗസ്റ്റിൽ പല നാട്ടിലൊക്കെ പോകും. നിങ്ങളെ കാണുമ്പോൾ ആ പഴയ ജോഷി, പഴയ ലോനപ്പ, പഴയ സേവിയാറെ എന്ന് മാത്രമല്ല, നമ്മളെ കാണുമ്പോൾ നമ്മെ ബഹുമാനിക്കത്തക്ക രീതിയിൽ ഒരു വ്യത്യാസം നമ്മിൽ നിന്ന് അവർക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇടപാടിൽ, നമ്മുടെ സംസാരത്തിൽ പണ്ടത്തെ പോലെയല്ല അവന്റെ വ്യക്തിത്വം വ്യത്യാസം വന്നിരിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന പലരുടെ വ്യക്തിത്വത്തെ കർത്താവ് പുതുക്കിയത് അതൊരു അഭിഷേകമാണ്. ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് കർത്താവ് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അത് പരിശുദ്ധാത്മാവ് നിങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ കൈകളടിച്ച് സ്വാഗതം ചെയ്യും. ഭാഷയിൽ പ്രാർത്ഥിച്ചു. അടുത്തത് എന്തിനാണ് എലീശ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചത്? ആ കാലം എന്ന് പറഞ്ഞാൽ ഏലിയാവ് എന്ത് ചെയ്തു? ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞുമഴയില്ല. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു 3.5 കൊല്ലം കഴിഞ്ഞപ്പോ ആകാശവും തുറന്നു, പുള്ളി അങ്ങനെ പോയി. ഈ 3.5 കൊല്ലത്തെ കഷ്ടപ്പാട് എലീശയുടെ കാലത്തിൽ തുടങ്ങും. അവിടെ ഒന്നും ചാപ്പാടും ഇല്ല. ഇനി മരമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വേണം. എല്ലാം ഉണങ്ങിപ്പോയി. ഒന്നേന്ന് തുടങ്ങണം. എല്ലാം ഒന്നേന്ന് തുടങ്ങണം. പണ്ട് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ ആ മറിയക്കുട്ടി ടീച്ചറെ പഠിപ്പിച്ചത് പാഠം ഒന്നേ താറ. പഴയ ആൾക്കാർക്ക് മനസ്സിലാവും. പാഠം ഒന്നേ താറ, അതായത് തുടക്കം. പലരും വിശ്വാസത്തിൽ വരുമ്പോ മൊത്തം തറയായി കഴിയുമ്പോഴേ വിശ്വാസത്തിൽ വരുള്ളൂ. പാഠം ഒന്നേ താറ. പിന്നെ പ്രാർത്ഥനയിൽ കുറെ നാളിരുന്ന് പ്രാർത്ഥിച്ച് പാഠം 2 പദ, വായില് പദമുണ്ട്, ഒരു മറുപടി. പാഠം 2 പാഠം 3 കുറച്ചുകൂടി കഴിഞ്ഞു. ഉപവാസമൊക്കെ കഴിഞ്ഞു. പതുക്കെ ഒരു വ്യത്യാസം. പാഠം 3 പന, നീതിമാൻ പന പോലെ ദൈവത്തിന്റെ ആലയത്തിൽ അവൻ തഴച്ചു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു പാഠം 4 വല. അതായത് അങ്ങനെയുള്ളവരുടെ കയ്യിൽ സുവിശേഷത്തിന്റെ വല അവൻ വീശും. പെരുത്ത മീൻകൊട്ട തറയായി പദവന്ന് പന പോലെ നനച്ചവന്റെ കയ്യിൽ വല കിട്ടിയാൽ അവൻ വീശിയ മീനെ കിട്ടും. അല്ലാതെ ഇവിടെയൊക്കെ ഭയങ്കര RSSകാരുടെ പ്രശ്നമാണ്. കൊടികുത്തിയ പ്രതികൂലമാണ്. ഇവിടെ ഒന്നും ഒരു കുഞ്ഞാനെയും കിട്ടുന്നു. പക്ഷെ അവൻ വീശിയാൽ ആത്മാക്കളെ കിട്ടും. കാരണം അവന് അനുഭവ സമ്പത്തുണ്ട്. നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടത്തിലായത് എനിക്ക് തോന്നുന്നു. സഭയിൽ വരുമ്പോൾ ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ എന്ന് പൗലോസ്. ഒടുവിലെങ്കിലും അവന്റെ അമിത ബലത്തിൽ എല്ലാം നിർദ്ദയമേ വരുള്ളൂ. പണിക്കൂലിൽ ഇപ്പൊ വേറൊരു പദന്റെ കാവില വരുന്നത്. അതാണ് ഒടുവിൽ. പണ്ട് യാക്കോബ് പള്ളിയിൽ കൊണ്ട് എല്ലാം കൊടുത്തു. പിന്നെ അവരുടെ ചീട്ട് കളിക്കാനും ബാറിലൊക്കെ കൊടുത്തു. ഇപ്പൊ പേഴ്സ് കാലിയ. തോമസ് മുടിയമ്പുത്തന്റെ കാര്യം പറഞ്ഞ പോലെ അവന്റെ പേഴ്സ് ഒട്ടി, വയറൊട്ടി, കണ്ണൊട്ടി, കവളൊട്ടി, അവസാനം ഒട്ടി നിന്നവര് വിട്ടുപോയി. ഞാൻ ഒന്നേ ഉള്ളൂ, ഞങ്ങളുടെ പാസ്റ്റർ സഭയിൽ എന്റെ നിലനിൽപ്പിന് വേണ്ടി പാത ഒന്നേ തറ അവിടെ ആരംഭിക്കുന്നു. പക്ഷെ ഈ തറ പറ തറ പദ തറ പദ പന വന
ഇതിലോട്ട് വരുന്നതിനിടക്ക് വേറൊരു പാഠമുണ്ട്, ലീലയുടെ വള. അത് അങ്ങോട്ട് പോയാൽ നിനക്ക് വല കയ്യിൽ കിട്ടത്തില്ല. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചതോടെ ഒരു സ്ഥലം ധ്യാനിച്ചതാ. വല്ല വളയും നോക്കി ലീലയുടെ വളയുടെ പുറകെ പോയാൽ പിന്നെ നീ പറയാ. പാർശ്വരിക്കുന്നു ഞാൻ ഒത്തിരി പറയുന്നത്. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്, ഏലീശയുടെ കാലം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ഏലീശയുടെ ചരിത്രത്തിൽ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുന്നത്, ഏലീശയുടെ ശിഷ്യന്റെ ഭാര്യ, ശിഷ്യൻ മരിച്ചുപോയി. വേഗം വന്നത്, നിന്റെ ശിഷ്യനായ എന്റെ ഭർത്താവ്. ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ ഭർത്താവായ നിന്റെ ശിഷ്യ. അത് പറഞ്ഞില്ല, ഒരു പ്രശ്നം പറയും, നിന്റെ ശിഷ്യനായിരുന്നു എന്റെ ഭർത്താവ്. ഇപ്പൊ പുള്ളി തട്ടിപ്പോയി. നല്ല കാലമൊക്കെ പോയി ഒരു കുഴപ്പമില്ല. പ്രാർത്ഥനയ്ക്ക് വരുന്നവരൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തലമൊക്കെ കുറെ പേര് എഴുന്നേക്കും. പക്ഷെ ഏലിശക്ക് ഒരു ഭാവമൊന്നുമില്ല, മരിച്ചുപോയി. ഏലിശ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത്? അതായത് നമ്മുടെ മുമ്പിൽ വരുന്നവരുടെ സാമ്പത്തിക പ്രശ്നത്തിന്മേൽ വിടുതൽ കൊടുക്കാനുള്ള അഭിഷേകത്തിനകത്ത് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അവിടെ ഒരു തരണി എണ്ണയിരിപ്പുള്ളൂ. അതാർക്ക്? അത് അച്ചാൻ തലയെപ്പെട്ടാൻ വെച്ചിരുന്നൊക്കെ അങ്ങേര് പോയി. നീ വീട്ടിലോട്ട് ചെന്ന് കഥ കിടക്കുക, മക്കളോട് പറ നാട്ടിലുള്ള പാത്രങ്ങളെല്ലാം വാങ്ങാൻ. നാട്ടിലെല്ലാ പാത്രവും കബക്കി വെച്ചിരിക്കണം. കാരണം ദാരിദ്ര്യമോ. ഏത് വീട്ടിൽ ചെന്ന് ചോദിച്ചാലും പാത്രം കിട്ടും. നാട്ടിൽ ഏത് വീട്ടിൽ ചെന്ന് പാത്രം കൊണ്ടുപോയിക്കോ, ഇവിടെ കമത്തി വെച്ചേക്കും, നീ കൊണ്ടുപോയി മരത്തി വെക്കും. എടാ 3 വർഷമായിട്ട് കമത്തി വെച്ച പാത്രം നീ കൊണ്ടുപോയി മരത്തി വെക്കും. പിള്ളേര് തലയെ ചുമക്കൊണ്ട് അകത്തോട്ട് വെക്കും. ഈ 1 ലിറ്ററിന്റെ ഈ കുപ്പിന്ന് ഇവിടെ സ്വത്രം പറഞ്ഞ് ഒഴിക്കും. ഒഴിക്കുന്നോ ഇതിന്ന് വന്നുകൊണ്ടിരിക്കുക. നാട്ടിലുള്ള മുഴുവനും പാത്രം. ഇന്നത്തെ കാലത്താണ് നമ്മളൊരു കണ്ടെയ്നറായിട്ട് വന്നാൽ. അന്നത്തെ സൗകര്യമില്ല. അതുകൊണ്ട് പാത്രം, നാട്ടിലെ പാത്രം മുഴുവൻ തീർന്നു. ഇനി വിറ്റ് കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞു. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിയായി മാറി. അതായത് അന്നത്തെ ജനത്തിന്റെ ഭൗതിക പ്രശ്നത്തിന്റെ പേരിൽ എന്ത് ചെയ്തു? ഒരു വിടുതൽ കൽപ്പിച്ചാക്കി. അതായത് പരിശുദ്ധാത്മാഭിഷേകത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പരിഹാരമുണ്ട്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട കടത്തിലും ജപ്തിയിലുമാണ്. ഒരു വണ്ടിക്കൂലിക്ക് കൊതിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം മുഴുവൻ തകർന്നു. ജീവിച്ചിരിക്കേണ്ടവരല്ല. എന്നാൽ ഈ അഭിഷേകമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ സ്ഥിതിയും മാറ്റിയത്. ഇന്ന് ആലപ്പുഴയിൽ മാന്യമായ ഒരു സഭയും സംവിധാനങ്ങളും തന്നത് ഈ അഭിഷേകമാണ് കൊണ്ടുവന്നത്. അഭിഷേകത്തിനകത്ത് ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്, ഇരുട്ടിലെ നിക്ഷേപങ്ങളുണ്ട്, മറവിടങ്ങളിലെ ഗുപ്തനിധികളുണ്ട്. നിന്റെ അഭിഷേകത്തിനകത്ത് അതുകൊണ്ട് ഒരു ഇരട്ടിയുടെ അഭിഷേകത്തിൽ നീ നിന്നോ. നീ ഒരു അഭിഷിക്തനായതുകൊണ്ട് നിന്റെ പ്രൊമോഷൻ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. അത് ആര് തടഞ്ഞു വെച്ചാൽ അതിലുപരി ദൈവം നിന്നെ മോളിൽ കൊണ്ടുപോയി. നിന്റെ പ്രൊമോഷൻ തടയാൻ നിന്നെ കൊണ്ടുപോയി സിംഹക്കൂട്ടിലിട്ടാൽ അവിടെ നിന്ന് പൊക്കി ഏറ്റവും മുകളിൽ കൊണ്ടുവന്നിരുന്നു. നിന്റെ പ്രൊമോഷൻ തടയാൻ നിന്നെ തീയിൽ കൊണ്ടുവന്നിട്ടാൽ 4ാമത് വെളിപ്പെട്ട് അതിനേക്കാൾ മുകളിൽ കൊണ്ടുപോയി നിന്നിരുന്നു. കാരണം നിന്റെ അഭിഷേകത്തിനകത്ത് ഒരു സാമ്പത്തിക പുരോഗതിയുണ്ട്. പ്രാപിച്ചു. ഈ വചനം കേട്ടിട്ട് ഭൗതിക വിഷയത്തിന്റെ ഭാരപ്പെടുന്ന വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കരളിൽ മറ്റൊരു സമയത്ത് ശബരിയിൽ അതികഠിനമായ ക്ഷാമം. എലീശ ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, ബാല്യക്കാരോട് പറഞ്ഞു, ഒരു വലിയ കാലം അടപ്പത്ത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ. എടാ നാട്ടിലാർക്കും കഞ്ഞി കുടിക്കാൻ മാറില്ല. ഓണമൊക്കെ വരുമ്പോഴാണ്, ബോണസ് ഒക്കെ കിട്ടുമ്പോഴാണ് പായസം വെക്കുന്നത്.
നാട്ടിൽ ആർക്കും കാശില്ലാത്തപ്പോൾ പായസം വെക്കാൻ. അതാണ് ഏലീശ. എടാ, ഒരു നിവൃത്തിയില്ലാത്തപ്പോൾ പായസം വെക്കണം. അതിന്റെ പേരാണ് അഭിഷേകം. ഏലീശക്ക് അറിയാം, നാട്ടിൽ ആർക്കും കഞ്ഞിക്ക് വകയില്ലെങ്കിലും എന്റെ കൂടെയുള്ളവർക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരില്ല. യേശുവിന് അറിയാമായിരുന്നു, നിങ്ങൾ അവർക്ക് തിന്മാൻ കൊടുപ്പി. യേശുവിന് അറിയാം താൻ പ്രാപിച്ചു വന്നിരിക്കുന്ന അഭിഷേകം. ഒരു പറഞ്ഞു, ഇവിടെ ആകെ 200 പണമേ ഉള്ളൂ, ഇതുകൊണ്ട് എന്നാ ചെയ്യാനാണ്? യേശു പറഞ്ഞു, നിങ്ങളുടെ പക്കല് അപ്പം വല്ലതുകൊണ്ടോ? അല്ല, 5 അപ്പം ഒരു ചെറുക്കൻ അത് നിന്നില്ല. 2 മീനും അത് നിങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് ഉടനെ യേശു പറഞ്ഞ പുരുഷാരത്തെ പന്തിയായി ഇരുത്താൻ, അല്ലെങ്കിൽ ഇനി പൊയ്ക്കളയും. ഈ 5 അപ്പം യേശു ഇങ്ങനെ പൊക്കുമ്പോ തന്നെ ആൾക്കാർ പൊയ്ക്കളയും. ഇനി 5 അപ്പം കൊണ്ട് എന്നാ ചെയ്യാൻ? ആദ്യം പുരുഷാരത്തെ ഇരുത്തി നന്നായി, അല്ലെങ്കിൽ ഒരു സ്ഥലം വിട്ട് കളഞ്ഞു. നമ്മൾ വീട്ടിൽ കഴിഞ്ഞോ പോകുന്നുണ്ട് 4 മണിക്ക്. യേശുവിന് അറിയുമ്പന്മാര് പോയി ഈ 5 അപ്പം കാണുമ്പോ തന്നെ പറയും ഇതുകൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് ആദ്യം ഇരുത്തി, ആദ്യം ഇരുത്തണമെങ്കിൽ ഒരു അഭിഷേകം വേണം. യേശുവിന് അറിയാം, ഇവരെ ഇരുത്തിയെങ്കിൽ ഇവർ തിന്ന് തൃപ്തരാകും. നമ്മുടെ മുൻപിൽ വരുന്നവരെ ധൈര്യമായിട്ട് പിടിച്ചെടുത്താനുള്ള ഒരു ഭൗതികമായ വിടുതലിന്റെ ശുശ്രൂഷ നമ്മുടെ മേൽ കർത്താവ് തരും. നമ്മുടെ അടുക്കൽ വരുന്നവർ നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല. എന്റെ ചർച്ചയിൽ ഒരു അച്ചായം വന്നു. ഒരു സിനിമ, നീലാകാശം നിറയുന്ന ഒരു സിനിമ ഉണ്ടാക്കി. 1 കോടി രൂപ കടം. നീലാകാശത്ത് നിറയെ നക്ഷത്രമുണ്ട്. പുള്ളിയുടെ വീട് കാര്യം മരിക്കാൻ വേണ്ടി ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ചർച്ചയിൽ ഒരു കെന്നത്തുണ്ട്. കെന്നത്തിന്റെ വീടിന്റെ പാസ്റ്ററിനറിയാം. കെന്നത്തിന്റെ വീടിന്റെ സൈഡിൽ പാട്ട് കേട്ടു. കെന്നത്തിന്റെ വീട്ടിൽ വേഗം പുള്ളി അതിനകത്തോട്ട് കയറി. പുള്ളി ഒരു നടുവേദന ഉണ്ടായി. അന്ന് അത് സൗഖ്യമായി. ഞങ്ങളൊരു സെൽ മീറ്റിംഗ് ആണ്. പുള്ളി വന്നു. ഇന്ന് പുള്ളിക്കാരന്റെ അവസ്ഥകളെല്ലാം മാറി. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുത്തു. അപ്പൊ ആ ഇടയ്ക്ക് ഞാൻ TV പ്രോഗ്രാം തുടങ്ങി. ഈ പവർഷന്റെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കേബിൾ പ്രോഗ്രാം. ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എനിക്കൊരു പ്രാർത്ഥിക്കൂ, 35 ലക്ഷം രൂപയാണ് കടം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ക്ഷമിക്കണം, 50 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു കടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. കാരണം കടമുള്ളവൻ, ഞെരുക്കമുള്ളവൻ, സന്തുഷ്ടി ഇല്ലാത്തവൻ ദാവീദിന്റെ അടുക്കൽ കൂടി അവൻ അവർക്ക് തലവനായി. എന്റെ സഭയിലുള്ള മുഴുവൻ കടക്കാരൻ. അതല്ല, 50 ലക്ഷത്തിന് മുകളിൽ 35 ലക്ഷം ഞാൻ സ്വീകരിക്കുന്നതല്ല, സ്റ്റാൻഡേർഡ് കൂടി. സ്വത്രയാ ചിങ്ങട് തരാൻ ആരുമില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കണം. കഴിഞ്ഞ ദിവസം വന്ന ബിജു അതായി അവര് മീൻ പിടിച്ചു തരും, ഞാൻ അവർക്ക് അരി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ സഹായം. ഇന്ന് അവരുടെ എല്ലാ സ്ഥിതിമാരും എന്റെ ചർച്ചിൽ അന്ന് ദാരിദ്ര്യത്തിലിരുന്ന എല്ലാവരുടെ അവസ്ഥ മാറി. കാരണം ഉപവാസ പ്രാർത്ഥനകൾ, കർത്താവിനെ കണ്ണുനീരോടെ ആരാധിച്ച രാത്രി പ്രാർത്ഥന, നേരം എടുക്കുന്നവരെ ഉള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധി കരഞ്ഞു. അവരുടെ അഭിഷേകം വർദ്ധിച്ചു. അവരുടെ ആത്മീക നിലവാരം ഉയർന്നപ്പോൾ അവരുടെ ഭൗതിക തടസ്സങ്ങൾ മാറി. സദൃശവാക്യത്തിൽ പറഞ്ഞ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു, അധ്വാനത്തോട് അവയൊന്നും കൂടുന്നില്ല. അങ്ങനെ കിടപ്പുണ്ട്. യഹോവയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീട് പണ്ട് പാർക്കും. അപ്പോൾ എന്നെ മറന്നു കളയുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം നമുക്കുള്ളതാണ്. കർത്താവ് ഇതൊന്നും തരാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ വിചാരം ദൈവമേ ഒരു മീറ്റിംഗ് മുടക്കി അത്രയും കൂടി നേരം ജോലി ചെയ്താൽ കൊള്ളാം. വെറുതെ കർത്താവിനെ ആരാധിക്കുന്ന സമയം, ആത്മാവിൽ നിറഞ്ഞ് കുതിക്കുന്ന സമയം. ചില പറയും ഇന്നാരാ? മറ്റേ പാസ്റ്ററാണ്. ഓ, എത്ര മണിക്കാ? 4 മണിക്കാ, 3 മണിക്കാ മീറ്റിംഗ്. പക്ഷെ നമ്മൾ 3:45 വരും. എന്താണ്? ആ മെസ്സേജ് മാത്രം മതി. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന സ്തുതിയും കൊടുക്കാതെ ചില സ്തോത്ര കാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. അത് ഭയങ്കര ലാഭം. പണ്ടൊരു അമ്മച്ചി സ്തോത്ര കാഴ്ച ഇട്ടതുപോലെ ഒരു 2 നോട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി, എടുത്തില്ല. ദ്വാരമൊക്കെ ഉള്ളവർ പലയിടത്തും കൊടുത്തെടുത്തില്ല. അവസാനം സഭയിൽ വന്നിട്ട് പറഞ്ഞു, ആര് തള്ളിയാലും നീ തള്ളത്തില്ലല്ലോ. അങ്ങനത്തെ നോട്ടുമായിട്ട് മാറാം നിങ്ങൾ. ഏറ്റവും നല്ലത് ഞാനൊരു വീട് പണിതിട്ടുള്ളൂ, അല്ല ഞാനൊരു ചർച്ച് പണിതു. പക്ഷെ ഞാനൊരു വീട് വെച്ചിട്ട് വീട് വാങ്ങിച്ചു. ഞാനിപ്പോഴും ആസ്പെക്ടോ ഷീറ്റിന്റെ കീഴിൽ കിടക്കുന്നു. ഗസ്റ്റ് വരുമ്പോൾ പാർക്ക മുറിയുണ്ട്.
ഇൻകം ടാക്സ് കഴിഞ്ഞ ദിവസം വിളിച്ചു, ഇവിടെ ആലപ്പുഴ ഇത്രയും വലിയ എയർ കണ്ടീഷൻ ബിൽഡിംഗ് എന്താ നിങ്ങൾ ചെയ്തു വെച്ചിട്ട്, ഇത്ര കോടിയാണ്, ഇത്രയും വലിയ സിസ്റ്റം, എന്താ നിങ്ങളുടെ ടൈല് അത് ഇത് ഞങ്ങളുടെ വീട്ടിൽ പോലും ഇല്ല, എങ്ങുമില്ല, എന്താണ്? ഞാൻ പറഞ്ഞു, സാറേ എന്റെ വീട്ടിൽ വാ. അദ്ദേഹം ഒരു ഭക്തനാണ്, ഹിന്ദു ആണ്. സാറിന്റെ വീട് എന്താ? വന്നു നോക്ക്, ഷീറ്റിന്റെ കീഴിൽ. അപ്പൊ തന്നെ എന്റെ പ്രശ്നം അവിടെ തീർന്നു. അവർക്ക് മനസ്സിലായി കളിപ്പിയില്ല. ദൈവം നമുക്ക് തരുന്നു, ദൈവം നമുക്ക് ആവശ്യം പോലെ തരും. പക്ഷെ ഒന്നാമത് കർത്താവ്. എന്നെ കിട്ടിയ 2 കോടി 10 ലക്ഷത്തിൽ പകുതിയും എനിക്ക് കർത്താവുണ്ട്. പേഴ്സണൽ എന്ന് പറഞ്ഞു തന്നു. ഒരു ഇന്നോവ കാർ മേടിക്കാനായിട്ട് കാശ്, അതല്ല ഞാൻ തോന്നുന്നു. എന്റെ വീട് ലോണാണ്, എന്റെ കാർ ലോണാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, വീടിന്റെ മുറ്റത്തുകൂടി ലോൺ പിടിപ്പിക്കാൻ പോയി. എന്റെ ഭാര്യ ഇപ്പോഴും പറയും, നിങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒന്നും എന്താ ചെയ്യാത്തത്? ഞാൻ പറയും, ഇതെല്ലാം നമ്മൾ ഈ ചർച്ചകൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. സ്വർഗത്തിൽ നമ്മുടെ ഡിപ്പോസിറ്റ് കൂടുകയാണ്. ഭൗതിക അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മാവിലാണ്, അത് ബാങ്കിലല്ല. എനിക്ക് നന്നായിട്ട് അറിയാം, കർത്താവിന് വേണ്ടി ചെലവിട്ടാൽ എന്റെ കർത്താവ് അമർത്തി കുലുക്കി വിശ്വാസ പ്രാർത്ഥനയിൽ ഒരു പോരായ്മ വരരുത്. നിങ്ങളുടെ പാസ്റ്റ് ഒരു മീറ്റിംഗ് ക്രമീകരിച്ചതിന് ഏറ്റവും സമൃദ്ധിയായിട്ട് അടുത്ത വർഷം ഇതിനേക്കാൾ മെച്ചമായ മീറ്റിംഗ് നടത്താൻ ആ ദൈവദാസന്റെ അകത്ത് ഒരു ആവേശം വരണമെങ്കിൽ നിങ്ങൾ ഔദാര്യമായിട്ട് കൊടുത്തു. കൈകളടിച്ച് കർത്താവിന് കൊടുക്കണം. കൊടുപ്പിന് എന്നാൽ കിട്ടും. തൊഴിൽ കൊടുത്താൽ തൊഴിൽ തന്നെ കിട്ടും. കർത്താവിന് വേലക്ക് കൊടുത്താൽ അമർത്തി കുലുക്കി കവിയുന്ന ഒരാളായിട്ട്. എന്റെ മക്കൾക്ക് പൈസ ആരെങ്കിലും ഓഫറിങ് ആയിട്ട് എന്തെങ്കിലും കയ്യിൽ കൊടുക്കും, പാട്ടൊക്കെ പാടുന്നു. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എന്റെ മോളെ നിന്റെ ഇന്നാളാരും പൈസ അല്ലാത്ത താല്പര്യമില്ല. ഇവിടെ പറയും അത് സഭയെ കൊടുക്കാനുള്ള, യേശോപ്പച്ചന് കൊടുക്കാനുള്ള. എന്റെ പിള്ളേർ എനിക്ക് പോലും കാശില്ല, മുഴുവൻ കർത്താവിന്. അവർ കണ്ടു പഠിച്ചത് അതാണ്. പപ്പ മാത്രം അങ്ങനെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെടണ്ട, എനിക്കും കൊടുക്കണം. കൊടുത്ത് അനുഗ്രഹിക്കപ്പെടണം. കർത്താവിന് വേണ്ടി അടുത്തിരിക്കുന്നവരോട് പറ, കർത്താവിന് വേണ്ടി കൊടുത്ത് അനുഗ്രഹിക്കപ്പെടണം. ഈ ഭൂമി, ഈ മരുഭൂമിയുടെ കീഴെ കുറെ എണ്ണ നമ്മുടെ കർത്താവ് ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ചൂടത്ത് വിടുന്നിരിക്കുന്നത്. ഇതിന്റെ അടിയിൽ മുഴുവൻ എണ്ണയാണ്. ഇവന്മാരെല്ലാം വലിയ ലോഹിട്ടുണ്ടി നടക്കുന്നതിനൊക്കെ കാരണം ഇതിന്റെ കീഴിൽ എന്തുകൊണ്ട്? എണ്ണ തീരട്ടെ, ഇവരെല്ലാം നമ്മുടെ നാട്ടിൽ റോഡ് പണിക്ക് വരും. നടക്കുന്ന കാര്യം ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇവര് വന്നു. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ വന്നില്ലേ, അവര് വന്ന് നല്ല ജോലിയൊക്കെ ചെയ്യട്ടെ. നമ്മുടെ നാടൊന്ന് സമൃദ്ധി കൊണ്ട് നിറയണം. നമ്മളുള്ള കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറണം. നമ്മുടെ ചർച്ചിൽ, നമ്മുടെ മുമ്പിൽ, നമ്മുടെ സെൽഫ് ഗ്രൂപ്പിൽ ഇരിക്കുന്നവർ സമൃദ്ധി കൊണ്ട് നിറയണം. കർത്താവിന് തരാൻ ഇഷ്ടമാണ്, ധാരാളം തരും. എന്ത് ചോദിച്ചാലും തരും. കർത്താവ് നല്ലവരാണ്. അതായത് സാമ്പത്തിക പ്രതിസന്ധികളെ പരിഹരിക്കാൻ കൂടിയാണ് ഈ ഇരട്ടി പങ്കാളി ചോദിച്ചത്. അതുകൊണ്ട് നമ്മുടെ മിനിസ്ട്രിക്കകത്ത് സാമ്പത്തികമായ ഉയർച്ചയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവര് ഓർത്തേക്കണം, അതിനകത്ത് ഭൗതിക വിടുതൽ കൂടിയുണ്ട്. ചേർന്ന ദൈവത്തിന് സ്തോത്രം. അടുത്ത വിഷയം, സമ്പത്തിന് ജയിക്കാൻ അവന് ശക്തി ഉണ്ടായിരുന്നു. നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. അവൻ ശബരിയിൽ നിന്ന് വന്നു. എലീശ പറഞ്ഞു, നീ പോയി ആ യോർദാന്റെ വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞു. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അവൻ അവിടുന്ന് എഴുന്നേറ്റ് അവന്റെ ശരീരം ഒരു ബാലന്റെ ശരീരം പോലെ 7 പ്രാവശ്യം മുങ്ങി. ബാലനെ പോലെയായി. കുഷ്ഠരോഗിയായിരുന്നു. അവൻ ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം? സ്വർണവും പൊന്നും വെള്ളിയൊക്കെ ആവശ്യം പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ലിമ്മോന്റെ ക്ഷേത്രത്തിൽ എന്റെ യജമാനൻ കുനിയുമ്പോ ഞാൻ അറിയാതെ കുനിഞ്ഞു പോകും. എന്റെ ഭാര്യ പോകുന്ന പള്ളിയിൽ ഇടക്ക് ഞാൻ പോകുന്നതിന്റെ അർത്ഥം. ഇവിടെ വരുമ്പോ കർത്തൃവേഷമൊക്കെ എടുക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോ എന്റെ ഭാര്യ വല്ല കാലത്തും വല്ല വർഷത്തിൽ ഒരിക്കലും എന്റെ ഭാര്യ 2 മാസം കാണും. അവിടെ പള്ളിയിൽ പോകുമ്പോ ഞാൻ ഒന്ന് കൂടെ, അവിടെ ഒന്ന് കുനിയുമ്പോ ഞാൻ, അവിടെ കുരിശ് വരക്കുമ്പോ ഞാനൊന്ന് വരക്കും. അവളുടെ തലയിൽ ഒരു വെള്ളം തളിക്കുമ്പോ ഞാനൊരു നെറ്റിയിടും. കാരണം അവളെ പിണക്കാൻ പറ്റുമോ? എലീശ പറഞ്ഞു, നിന്റെ സ്വപ്നകാഴ്ച എനിക്ക് വേണ്ട, നീ ഇത് കൊണ്ടിരിക്കണം. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ലോണും പ്രശ്നവും പോരാട്ടമൊക്കെ ഉണ്ട്.
അത്യാവശ്യമായിട്ട് ഞാനൊരു ഹോളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ഇപ്പൊ ഒരു JBL സ്പീക്കറൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ടൈറ്റിൽ നിൽക്കുകയാണ്. ഞാൻ പോയി എന്തായാലും മേടിക്കും. എലിശ ഒന്നും വേണ്ടില്ല, പോയിക്കോട്ടെ എന്ന്. ഇത്രയും കാലം എന്റെ കൂടെ നടന്നത് എന്റെ ഹൃദയം അറിയാത്തവൻ ഓടാ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്ത് കിട്ടി? ഇല്ല, ഞാൻ പറഞ്ഞത് പോയതുകൊണ്ട് പുള്ളിയൊന്ന് കണ്ടു, ഞാൻ തലയൊക്കെ വെച്ച് ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിച്ചു, പുള്ളിക്ക് ഒരു ബന്ധനം ഉണ്ടായി, ഞാൻ ഒന്നുകൂടി അയച്ചു. കുറെ നമ്പറൊക്കെ ഇറക്കി അതിനകത്തില്ല. ഞാൻ ഇപ്പോഴത്തെ കാലയളവിലെ രീതികൾ പറഞ്ഞത്. എലിശ പറഞ്ഞു, തോട്ടം വാങ്ങാൻ, വീട് വാങ്ങാൻ, വയല് വാങ്ങാനുള്ള സമയം ഇതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞെങ്കിൽ കർത്താവിന്റെ വരയിപ്പെന്ന് പറയുന്നവരെ എത്രയധികം പറയണം. വീടും വയലും തോട്ടവും വാങ്ങാനുള്ള, അപ്പൊ സമ്പത്തിനെ റിലീസ് ചെയ്യാനുള്ള അഭിഷേകം ഉള്ളപ്പോ തന്നെ സമ്പത്തിൽ മഴങ്ങാതിരിക്കാനുള്ള അഭിഷേകവും കൂടി അവരുണ്ടായി. നമുക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിനകത്തായി പോകരുത്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ അതിലാകരുത്. കഴിഞ്ഞ വർഷം ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോ, ഞാൻ ഇന്നലെ ആരോടും പറഞ്ഞു, ഓസ്ട്രേലിയയിൽ ചെന്നപ്പോ ഒരു ദേവദാസൻ, അപ്പൊ എന്റെ ചർച്ചിന്റെ പണി നടക്കുന്ന അറിയുമ്പോ പുള്ളിക്ക് ഇനി എന്തായാലും തരാതിരുന്നാലും നീ അതിന് പുള്ളിക്കാരൻ ഒരു പുതിയ നമ്പർ, പക്ഷെ ഭയങ്കര ടൈറ്റാ. ഞാൻ എന്താ ടൈറ്റ്? പാന്റാണോ? സാമ്പത്തികമായിട്ടുള്ള ടൈറ്റ്. എന്താ അതെ, ഭയങ്കര ടൈറ്റിൽ നിൽക്കുകയാണ്. മോൾക്ക് ഇപ്പോ അഡ്മിഷൻ ഒരു 25 ലക്ഷമായി. പിന്നെ അവരൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു അതിന് മുമ്പ്. പിന്നെ ഇപ്പോൾ എവിടെയാ, ഏലപ്പാടടുത്ത് ഒരു തോട്ടം മേടിച്ചു. ഭയങ്കര ടൈറ്റാണ്. ഞാൻ പറഞ്ഞു, എന്റെ ഒരു $1500 ഉണ്ട്, തരട്ടെ. ഇത്രയും പ്രതിസന്ധിക്ക് പോകുന്ന ഒരു മനുഷ്യനെ സഹായിക്കണം തോന്നുന്നു. ദൈവം നമുക്ക് നന്മ തരുമ്പോൾ ആദ്യം മറക്കുന്നത് ദൈവസഭയിലാണ്, ദൈവവേലയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിന്റെ നല്ലൊരു തുക യേശുവിന് വേണ്ടി ചെലവാക്കാം. സമ്പത്ത് അവന്റെ കയ്യിൽ നിന്നാണ്. നമുക്ക് സമ്പത്തുണ്ടാകാനുള്ള ശക്തി തരുന്നത് ആരാ? യഹോവയല്ലോ സമ്പത്തുണ്ടാകാനുള്ള ശക്തി തരുന്നത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. ദൈവം തരുന്ന ശക്തി കൊണ്ടാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ അതായത് സാമ്പത്തിക വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളെ അതിൽ നിന്ന് വിടിവിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മതി, അഭിഷേകത്തിൽ നിറഞ്ഞാൽ മതി. കൈകൾ അടിച്ച് ഒന്നും കൂടി കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വേല തികക്കാനുള്ള ശക്തി. ഏലിയാവിനോട് ദൈവം പറഞ്ഞു 3 പേരെ അഭിഷേകം ചെയ്യണം. ഒരാളെ അഭിഷേകം ചെയ്തു. 3-1 ശുശ്രൂഷ ചെയ്താൽ പോയത്. ഏലീശക്ക് മനസ്സിലായി ദൈവം ഏൽപ്പിച്ച വേല ഇടയ്ക്ക് വെച്ച് നിർത്തിയേച്ച് പോകരുത്, വേല തികച്ചു പോകണം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലപ്പോൾ പൊരുതു, ഓട്ടം തികച്ചു. പിന്നെ ദിവസം കിടക്കുകയാണ്. ഇനി നീതിയുള്ള കിരീടം എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ നല്ലപ്പോൾ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് പറയണമെങ്കിൽ ഒരു അഭിഷേകം വേണം. എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഈ വലിയവനായ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വസ്തത തെളിയിക്കുക. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ ജ്വലിപ്പിക്കുക. ദൈവസ്ഥ 2 കൈയും ആമേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദൈവസ്ഥ 2 കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ കർത്താവേ, നിന്റെ അഭിഷേകമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പ്രാർത്ഥിച്ചാൽ കുറച്ചു നേരം പ്രാർത്ഥിച്ചാൽ വെറുതെ കേട്ടേച്ച് പോകരുത്. ഇതൊരു തീരുമാനമെടുക്കണം. പോയിന്റുകൾ നിങ്ങൾ മറക്കുക. ഇതിന്റെ സാരാംശം നിങ്ങളുടെ ഉള്ളിലാക്കുക. നിങ്ങളുടെ അഭിഷേകം എന്തിനാണ്? ഏലീശ എന്തിനാണ് അഭിഷേകം ചോദിച്ചത്? ആ കാലഘട്ടത്തിൽ അവന്റെ മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ. ഇതിനകത്ത് ഞാൻ ദൈവവേലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവമക്കളോടാണ് സംസാരിച്ചത്. നിങ്ങളുടെ ശുശ്രൂഷ അത്ഭുതമാണ്. നിങ്ങളെ മറ്റുള്ളവർ ദൈവപുരുഷനെന്ന് മാനിക്കും. നിങ്ങളുടെ കാലത്ത് അനേകം രക്ഷിക്കപ്പെട്ടു വരും, യൗവനക്കാർ സ്വാധീനിക്കപ്പെട്ടു വരും. അതിനുള്ള അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്, അതിനുള്ള ദൈവങ്ങളും നിന്റെ മേലുണ്ട്. പക്ഷെ അതിന്റെ പുതുമയിലേക്ക് ഈ ഉപവാസത്തിൽ നിറയുക. അല്പസമയം കൈകൾ അടിച്ചുകൊണ്ട് അന്യ മനുഷ്യരെ ആരംഭിച്ച് ഒരു പുതുമയിലേക്ക്
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്താൽ നിറയുക. ഈ തലമുറയിൽ നീ ഒരു അത്ഭുതമാണ്. ഈ തലമുറയ്ക്ക് നീ ഒരു അതിശയമാണ്. ഒരു ദുഷ്ടതയുടെ ജയിക്കയില്ല. ഈ സഭയുടെ അവശേഷങ്ങൾ നിങ്ങൾ പറയാൻ പോവുകയാണ്. പ്രാപിച്ച് പറയാൻ പോവുകയാണ്. ഇത് പ്രവർത്തനങ്ങൾ വിശാലപ്പെടാൻ പോവുകയാണ്. പുതിയ വഴികാട്ടികൾ എഴുന്നേൽക്കട്ടെ. പുതിയ ഏകീകരണങ്ങൾ എഴുന്നേൽക്കട്ടെ. ഇന്നുവരെ കണ്ട ശുശ്രൂഷയേക്കാൾ അസാധാരണമായ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ ഈ ദൈവകൃപ അങ്ങനെ വരവുവരെയും ഈ സഭയുടെ മേൽ നിലനിൽക്കട്ടെ. കർത്താവേ, ഇന്നുവരെ ഇവർ കാണാത്തത് ഇവരുടെ മിനിസ്ട്രിയിൽ വെളിപ്പെടട്ടെ. വെറും കുടുംബജീവിതം നയിച്ചു പോകാതെ, വെറും ഒരു മീറ്റിംഗിൽ വന്നു പോകാതെ, ഇവരുടെ അടുക്കൽ വരുന്നവരെല്ലാം കർത്താവിനാൽ സ്വാധീനിക്കപ്പെടട്ടെ. എല്ലാവരും യേശുവിനെ കാണട്ടെ. വിശുദ്ധരായ ദൈവപുരുഷന്മാരായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ.